ഓം 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 ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യേ നമഃ. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ബ്രഹ്മാ വിഷ്ണു രുദ്ര മഹേശ്വര സദാശിവ ദുർഗാ ലക്ഷ്മീ സരസ്വതി സാവിത്രി രാധാദേവ്യൈ നമഃ. ഓം പ്രസീദ വിശ്വേശ്വരി വിശ്വപ്രസീദേ പ്രസീദ വിശ്വേശ്വരി വേദരൂപിണീ പ്രസീദ മായാമി മന്ത്രവിഗ്രഹേ പ്രസീദ സർവേശ്വര സർവരൂപിണീ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം മാനോഭദ്രാഹ കൃതവോ യന്തു വിശ്വതഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മത് ആചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. സർവവേദാന്തസിദ്ധാന്തഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. ഓം ശ്രീ സദ്ഗുരു പരമാത്മനേ നമഃ. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പരാശക്തിയുടെ അനുഗ്രഹം കൊണ്ടും ആദിശങ്കര ഭഗവത്പാദരുടെ അനുഗ്രഹത്താലും നാം ഇപ്പോൾ സൗന്ദര്യലഹരി എന്ന മഹാസ്തോത്രത്തിൻ്റെ അർത്ഥമഹാത്മ്യങ്ങളെ മനസ്സിലാക്കുകയാണ്. ഇന്ന് 32ാമത്തെ സ്തോത്രം. ഈ സ്തോത്രത്തിന് പറഞ്ഞിരിക്കുന്ന മന്ത്രം ഓം ശ്രീ ജനന്യൈ നമഃ. ഓം ശ്രീ ജനന്യൈ നമഃ. സ്തോത്രത്തിന് ജപിച്ച് സിദ്ധി ലഭിക്കുകയാണെങ്കിൽ എന്ത് നേടാൻ സാധിക്കും എന്ന് നോക്കുമ്പോൾ താമ്രം, അതായത് ചെമ്പിനെ സ്വർണമാക്കാനുള്ള സിദ്ധി ലഭിക്കുന്നതാണ്. നമ്മൾ ഇതിനു മുമ്പിൽ പഠിച്ചിട്ടുണ്ട്, എല്ലാ സിദ്ധികളും 64 തന്ത്രങ്ങൾക്കുള്ളിൽ വരുന്നതാണ്, പ്രത്യേകിച്ച് അഷ്ടമാസിദ്ധി. അങ്ങനെ ഇതൊരു സിദ്ധി മഹാത്മ്യത്തെ കൊടുക്കുന്ന ഒരു മന്ത്രമായി തീരുന്നു. എങ്കിലും അതല്ല ഇവിടുത്തെ പ്രാധാന്യം. സ്വർണത്തെ ഉണ്ടാക്കാനുള്ള മാർഗം, സ്വർണത്തെ സൃഷ്ടിക്കാനുള്ള, മറ്റ് ലോകങ്ങളെ പ്രത്യേകിച്ച് ചെമ്പിനെ സ്വർണമാക്കാനുള്ള വിദ്യയാണിത്. സങ്കല്പം താമ്രം കനകം വിപരിണമയിതും ശക്തി പ്രാപ്ത്യർത്ഥം 32 ശ്ലോകം ജപേത് എന്നാണ് ഈ സങ്കല്പത്തിൽ നാം പറയേണ്ടത്. ഈ സ്തോത്രം എന്തിനെ അടിസ്ഥാനമാക്കി പറഞ്ഞിരിക്കുന്നു നോക്കുകയാണെങ്കിൽ, പരാശക്തിയുടെ പഞ്ചദശാക്ഷരി എന്ന ബീജാക്ഷര മന്ത്രത്തെക്കുറിച്ചാകുന്നു. ശക്തി തന്നെയാകുന്നു ഈ മന്ത്രം, മന്ത്രം തന്നെയാകുന്നു ശക്തി എന്നാണ് പറയപ്പെടുന്നത്. ഈ സ്തോത്രത്തിൻ്റെ യന്ത്രം എന്ന് പറയുന്നത് പറയാൻ വളരെ പ്രയാസമുള്ളൊരു യന്ത്രമാണ്. പക്ഷേ യന്ത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ബീജാക്ഷര മന്ത്രം ഓം യം ഓം. ഓം എഴുതുക, അതിനുശേഷം യം എഴുതുക, അതിനുശേഷം ഓം. ഇത് ഹൊറിസോണ്ടൽ ഫോർമാറ്റിലാണ്, വെർട്ടിക്കലല്ല. ജപിക്കേണ്ട രീതി രാവിലെ കിഴക്കുമുഖമായി ഇരുന്ന് 45 ദിവസം, ഒരു ദിവസം 1000 പ്രാവശ്യം വീതം ഈ ശ്ലോകത്തെ ജപം ചെയ്ത് സിദ്ധി വരുത്തേണ്ടതാകുന്നു. അങ്ങനെ സിദ്ധി ലഭിക്കുന്ന പക്ഷം ചെമ്പിനെ സ്വർണമാക്കാനുള്ള സിദ്ധി ലഭിക്കുകയും, അതുകൂടാതെ നാം ചെയ്തു വരുന്ന വ്യാപാര സംരംഭങ്ങളിൽ ഒരുപാടധികം ലാഭം, ധനസമ്പാദ്യത്തിനുള്ള മാർഗം ഉണ്ടായിത്തരും. വളരെയേറെ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. നിവേദ്യം ശർക്കര ചേർത്തുള്ള പൊങ്കൽ, അതായത് ശർക്കര പായസം, ഉഴുന്നുകൊണ്ടുണ്ടാക്കിയ വട, ദധ്യാന്നം, അതായത് തൈര് ചോറ്, ഇതാണ് നിവേദിക്കുന്നത്. ഒരു പഞ്ചമുഖ ദീപം കൊളുത്തി പരാശക്തിയെ ധ്യാനം ചെയ്ത് പൂജ ചെയ്ത ശേഷം ഈ മന്ത്രത്തെ ജപം ചെയ്യുക. സ്തോത്രം വളരെയേറെ ഭംഗിയോടുകൂടിയാണ്, ചിട്ടയോടുകൂടിയാണ് ഈ സ്തോത്രത്തെ ആദിശങ്കർ ഭഗവത്പാദർ രചിച്ചിരിക്കുന്നത്. ശിവശക്തി കാമഃ ക്ഷിതി അധ രവിഃ ശീതകിരണ സ്മരഃ ഹംസഃ ശക്രഃ തധനു ച പരാ മാരഃ ഹരിഃ അമീ ഹൃല്ലേഖാഭി തിസ്രിഭിഃ അവസാനേഷു ഘടിതാഃ ഭജന്തെ വർണ്ണാസ്തേ തവ ജനനി നാമാവയവതാം. നാമം തന്നെ അവയവമായിരിക്കുന്ന, ശരീരമായിരിക്കുന്ന
എന്നുള്ള അർത്ഥത്തെയാണ് അവിടെ കുറിക്കുന്നത്. ശിവ ശക്തി കാമ ക്ഷിതിരത രവി ശീതകരണ സ്മരോഹംസാഹ ശക്രസ്തദനു ചപരാ മാരഹരയ അമീഹൃല്ലേഗാഭി സ്ഥിസ്ത്രിഭിഃ അവസാനേഷു ഘടിതാ ഭജന്തേ വർണ്ണാസ്തേ തവ ജനനീ നാമാവയവതാം. പരാശക്തി എന്ന മഹത്തത്വം തന്നെയാകുന്നു ഹ്രീംകാര സ്വരൂപിയായിരിക്കുന്ന ഹൃല്ലേഖാരൂപിണി. ആദിശങ്കര ഭഗവത്പാദർ പരാശക്തിയുടെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് പരാശക്തിയെ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ധ്യാനിക്കുമ്പോൾ പരമശിവൻ രചിക്കപ്പെട്ടതായ 64 തന്ത്രങ്ങളെയും അതുകൂടാതെ പരാശക്തിയുടെ നിർബന്ധത്തിന് വഴങ്ങി 65ാമത്തെ ദേവീതന്ത്രം എന്ന് പറയപ്പെടുന്ന സ്വതന്ത്രത്തെ അദ്ദേഹം സൃഷ്ടിച്ചു. ആ സ്വതന്ത്രം എന്ന തന്ത്രവിദ്യ മന്ത്രസ്വരൂപമാകുന്നു. അതിനെ പഞ്ചദശാക്ഷരി എന്ന് വിളിക്കപ്പെടുന്നു. 12 അക്ഷരങ്ങളും ഹ്രീങ്കാരം എന്ന് പറയപ്പെടുന്ന ഹകാര രകാര ഈകാരം ചേർന്ന ഹ്രീങ്കാരം എന്ന് പറയപ്പെടുന്ന, അതായത് ശക്തിപ്രണവം, ബ്രഹ്മപ്രണവമാകുന്നു ഓം. അകാര ഉകാര മകാരം ചേർന്ന ഓം. ഇവിടെ ശക്തിപ്രണവം എന്ന് പറയപ്പെടുന്ന ഹകാര രകാര ഈകാരം, അതാണ് ഹ്രീം എന്ന് പറയപ്പെടുന്ന ഹൃല്ലേഖ രൂപം. അങ്ങനെയുള്ള ആ ഹ്രീങ്കാര മന്ത്രത്തിൻ്റെ സഹായത്തോടുകൂടി 12 അക്ഷരങ്ങളോട് ചേർത്ത് ഓരോ ഹ്രീങ്കാരം ചേർക്കുമ്പോൾ 12 + 3 15 പഞ്ചദശാക്ഷരി എന്ന മഹാമന്ത്രവിദ്യ ജനിക്കുന്നു. ഈ മന്ത്രത്തിൻ്റെ വ്യാഖ്യാനം മഹാത്മ്യമാകുന്നു ഈ ശ്ലോകത്തിൽ പറഞ്ഞു വരുന്നത്. പരമശിവൻ 64 തന്ത്രങ്ങളെ നിർമ്മിച്ച് 64 വിധത്തിലുള്ള സിദ്ധികളെ ലഭിക്കാൻ ആണ് അദ്ദേഹം ആ തന്ത്രവിദ്യകളെല്ലാം ഉണ്ടാക്കി പ്രപഞ്ചത്തിൽ തന്നെ സൃഷ്ടിച്ച് താൻ സ്വന്തമായി സ്വസ്ഥമായി ഇരുന്ന് കിടന്നു. അങ്ങനെയാണ് പഠിച്ചത് നമ്മൾ. എന്താണ് ഈ സ്വതന്ത്രം എന്ന് പറയപ്പെടുന്ന ദേവീതന്ത്രം? മന്ത്രാവയവമാകുന്നു. മന്ത്ര അവയവം. അവയവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അംഗങ്ങൾ, ശരീരത്തിലെ അംഗങ്ങൾ, മന്ത്രത്തോടുകൂടിയ അവയവങ്ങൾ. അതിനെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ശിവ ശക്തി കാമഹ. ശിവം, ശക്തി, കാമൻ. അവരെ പ്രത്യേകമായ അക്ഷരങ്ങൾ കൊണ്ട്, ബീജാക്ഷരങ്ങളെ കൊണ്ടാണ് പ്രതിപാദിക്കുന്നത്. കകാരം, ഏകാരം, ഈകാരം. ക്ഷിതിഹി അത് രവിഹി. ലകാരം അല്ലെങ്കിൽ ലകാരം. നമ്മൾ ല എന്ന് പഠിച്ചാൽ മതി. ലകാരം, ലകാരത്തിനും വലിയ വ്യത്യാസമില്ല, രണ്ടും ഒന്ന് തന്നെയാണ് സംസ്കൃതത്തിൽ. ആ 4 അക്ഷരങ്ങളെയും ചേർത്ത് ഒടുവിൽ ഹ്രീങ്കാരം എന്ന ഹ്രീങ്കാരത്തെ ചേർക്കുമ്പോൾ അവിടെ 4 + 1 5 അക്ഷരങ്ങളുള്ള നാമ അവയവം സൃഷ്ടിക്കപ്പെടുന്നു. ശീതകിരണ സ്മർഹ. ശീതകിരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ. പിന്നീട് സ്മരൻ, കാമൻ. ഹംസഹ ശക്രഹ. ഹംസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മാവ്. ശക്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രൻ. ഇങ്ങനെ ഈ പഞ്ചദശാക്ഷരി എന്ന മന്ത്രത്തിന് 3 ഘട്ടങ്ങളാണുള്ളത്. അതായത് 3 കൂടങ്ങൾ എന്ന് പറയപ്പെടുന്നു. കൂടത്രയം. ഓരോ കൂടങ്ങളിൽ വ്യത്യസ്തമായ മന്ത്രങ്ങളെ കൊണ്ട് അതിനെ പ്രതിനിധാനം ചെയ്യുന്ന ദേവതമാരെ അല്ലെങ്കിൽ ദൈവിക ശക്തികളെ അതിന് ഇൻചാർജായി കൊടുത്തിരിക്കുന്നു. ഈ മന്ത്രം പറയുമ്പോൾ ഇവരെല്ലാവരും തന്നെ പരാശക്തിയുടെ ഉപാസികന്മാരാണ്. 14 ദേവി ഉപാസികന്മാരിൽ ഉള്ളവരാകുന്നു ഈ പറയപ്പെടുന്ന ദേവന്മാരെല്ലാവരും തന്നെ. ത്രിപുരസുന്ദരിയായിരിക്കുന്ന പരാശക്തി അംബികയുടെ അതിരഹസ്യവും പരമോന്നതവുമായ മഹാശക്തിവാകുന്ന മന്ത്രസ്വരൂപമാകുന്നു ഇത്. അപ്പോൾ ശക്തിയുടെ ഈ മന്ത്രസ്വരൂപത്തെ പഞ്ചദശാക്ഷരി എന്ന് പറയപ്പെടുന്നു. പഞ്ചദശാക്ഷരി, പഞ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ 5, ദശം എന്ന് വെച്ചാൽ 10, അക്ഷരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷയമില്ലാത്ത ഏതൊന്നോ അതിന് അക്ഷരം എന്ന് പറയുന്നു. ത്വമക്ഷരം പരമം വേദി ദിവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയ ശാശ്വത ധർമ്മഗോപ്താഹ സനാതനസ്ഥം പുരുഷോ മുതമി. ഗീതയിലെ വ്യാഖ്യാനമാണിത്. അങ്ങനെ പഞ്ചദശാക്ഷരി എന്ന മഹാമന്ത്രവിദ്യ, അതിൻ്റെ ഉപാസനാവിധികളെ ആണ് ആദിശങ്കര ഭഗവത്പാദർ പരാശക്തിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. അമ്മേ, പരമേശ്വരനായിരിക്കുന്ന എൻ്റെ പിതാവ്
ഇങ്ങനെയെല്ലാം അല്ലേ ഈ മന്ത്രത്തെ രൂപീകരിച്ചിരിക്കുന്നത്? അതിൻ്റെ ഫലങ്ങളും അതിൻ്റെ വിശേഷങ്ങളും മഹാത്മ്യങ്ങളും എല്ലാം ഈ രീതിയിലല്ലേ എന്ന് അമ്മയോട് ചോദിക്കുകയും ശക്തി തൻ്റെ പുഞ്ചിരിപ്പോടുകൂടി തന്നെ ആദിശങ്കർ ഭഗവത്പാദരെ അനുഗ്രഹിച്ചുകൊണ്ട് ശങ്കരൻ വ്യാഖ്യാനം ചെയ്യുന്ന രീതിയിൽ തന്നെ പരാശക്തിക്ക് വളരെയേറെ തൃപ്തി ലഭിക്കുകയും ശക്തി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ആദിശങ്കർ ഭഗവത്പാദരെ. അതിനുശേഷമാണ് അദ്ദേഹം ഈ ഭൂലോകത്തിലെ മറ്റു സ്ഥലങ്ങളിൽ പ്രചാരം ചെയ്യുന്നത്. പഞ്ചദശാക്ഷരി വിദ്യ എന്നുള്ള ഒരു മഹാ ശ്രീവിദ്യാ ഉപാസനയെ ലോകം മുഴുവൻ പ്രസരിപ്പിക്കുന്നത്. ലോകം എന്ന് വെച്ചാൽ ഇവിടെ ഭാരതദേശത്തിൽ മാത്രമാണ് ഇതുണ്ടായിരുന്നത്. ആദിയിൽ കാശ്മീര ശൈവം എന്ന് പറയുന്നത് വളരെയേറെ പ്രസിദ്ധിയുള്ള ഒരു തത്വമാകുന്നു. ശാരദാപീഠം അവിടെയാണുള്ളത്. പരാശക്തി ഉപാസകന്മാരും ശൈവ ഉപാസകന്മാരും എല്ലാം അത്യധികം വളരെയേറെ സന്തോഷിച്ച് ജീവിച്ചിരുന്ന സ്ഥലമായിരുന്നു കാശ്മീരം. അങ്ങനെ 5 + 6 + 4 ഇങ്ങനെയാണ് മൊത്തം പഞ്ചദശാക്ഷരി 15 അക്ഷരങ്ങൾ അല്ലെങ്കിൽ 15 വർണ്ണങ്ങൾ ഉണ്ടായിത്തീരുന്നത്. ലളിതാ സഹസ്രനാമത്തിൽ ശ്രീമദ് വാഗ്ഗുഹ കൂടേക സ്വരൂപ മുഖഭംഗജായേ നമഃ എന്ന് പറയുന്നു. മൂലകൂടത്രയ കളേഭരായേ നമഃ എന്നൊരു നാമം പറയുന്നുണ്ട്. അതിനെ തന്നെയാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം പഞ്ചദശാക്ഷരി പൂർണ്ണമായും 15 മാത്രകളാണോ എന്ന് നോക്കുകയാണെങ്കിൽ അതിൽ 12 മാത്രമാണ് ബീജാക്ഷരങ്ങളും പിന്നീടുള്ളത് മഹാബീജം എന്ന് പറയപ്പെടുന്ന ഹൃല്ലേഖാരൂപമായിരിക്കുന്ന ഹ്രീങ്കാര മന്ത്രവുമാകും. അങ്ങനെ ആദ്യം പരാശക്തിയുടെ രൂപത്തെ നമ്മൾ 3 ഘട്ടങ്ങളായി കണക്കാക്കണം. 3 കൂടങ്ങൾ എന്ന് പറയാം. ഘട്ടങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതിന് നെഗറ്റിവിറ്റി ഉണ്ട്. അതിനകത്ത് നെഗറ്റീവായിട്ടുള്ള അർത്ഥമുണ്ട്. അത് കാരണം അത് വിട്ടിട്ട് കൂടം എന്ന് പറയാം. പ്രഥമകൂടം, മധ്യകൂടം, ശക്തികൂടം എന്നാണ് ഇതിന് വിളിക്കപ്പെടുന്നത്. അതായത് ശിരസ് മുതൽ കഴുത്ത് വരെയുള്ള ഭാഗത്തിനെ പ്രഥമകൂടം എന്നും കഴുത്ത് മുതൽ കടിപ്രദേശം അതായത് ഇടുപ്പ് വരെയുള്ള ഭാഗത്തിന് മധ്യകൂടം എന്നും ഇടുപ്പിന് ചുവടെ പാദം വരയ്ക്കുമുള്ള ഭാഗത്തിന് ശക്തികൂടം എന്ന് പറയപ്പെടുന്നു. കീഴ്ഭാഗം എന്നൊന്നും പറയാറില്ല. കാരണം അതെല്ലാം നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്ന സ്വരങ്ങളാകുന്നു. അത് കാരണം അതിനെ ശക്തികൂടം എന്ന് പറയപ്പെടുന്നു. ഈ കൂടം ആകുന്നു മുഖ്യമായ ഈ 3 കൂടങ്ങൾ. ഈ 3ഉം ഒരു പഞ്ചദശാക്ഷരി പറഞ്ഞു കഴിയുമ്പോൾ പരാശക്തിയുടെ പൂർണ്ണമായിരിക്കുന്ന അംഗ അവയവങ്ങളെ നാം സൃഷ്ടിക്കുന്നു. അല്ലെങ്കിൽ ഈ മന്ത്രം പറയുന്ന സമയം കൊണ്ട് പരാശക്തി നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷമാകുന്നു തൻ്റെ ദിവ്യമായ ശരീരത്തോടുകൂടി എന്നുള്ളതാകുന്നു ഇതിൻ്റെ മനസ്സിലാക്കാനുള്ള തത്വം. അപ്പോൾ ആദ്യത്തെ 4 അക്ഷരം, പിന്നീടുള്ള 5 അക്ഷരം, പിന്നീടുള്ള 3 അക്ഷരം, ഇങ്ങനെയാകുന്നു 15 എന്ന് വന്നുവല്ലോ. അപ്പോൾ ഏതാണ് ഈ അക്ഷരങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കണം. പ്രഥമകൂടം അഥവാ വാഗ്ഭവകൂടം എന്ന് പറയപ്പെടുന്നത് 4+1 4 ബീജാക്ഷരങ്ങളും ഒരു ഹൃല്ലേഖാ മന്ത്രവും ചേർന്ന് 5 മാത്രകളായിത്തീരുന്നു. ഇതിനെ ആദ്യം വരുന്നത് കകാരം. കകാരത്തിൻ്റെ ദേവതയായിരിക്കുന്നത് ശിവനാകുന്നു. പരാശക്തിയുടെ ആദ്യത്തെ ദേവി ഉപാസകൻ പരമശിവൻ തന്നെയാകുന്നു. അതുകൊണ്ട് കാതികമതം എന്നുള്ള പേരിൽ അറിയപ്പെട്ടു ഇതിനെ. ക എന്നുള്ള അക്ഷരത്തോടുകൂടി തുടങ്ങുന്നു എന്നുള്ള അർത്ഥത്തിൽ കാതികമതം എന്നുള്ള പേര് ലഭിച്ചിട്ടുണ്ട് ഈ ശ്രീവിദ്യാ ഉപാസനയ്ക്ക്. ക എന്ന ബീജാക്ഷരത്തെ അല്ലെങ്കിൽ ക എന്ന അക്ഷരവർണ്ണത്തെ കുറിക്കുന്ന ദൈവം ശിവനാകുന്നു. അതിനുശേഷം ഏകാരം എന്ന് പറയപ്പെടുന്നു. ശക്തി പരാശക്തി തന്നെയാകുന്നു ഇത്. അതിനുശേഷം ഈകാരം എന്ന് പറയപ്പെടുന്നത് കാമൻ. കാമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പരമശിവൻ അല്ലെങ്കിൽ കാമദേവൻ എന്നുള്ള 2 അർത്ഥമുണ്ട്. കാമദേവനും പരാശക്തിക്കും അഭേദമായിരിക്കുന്ന ഒരു ബന്ധമുണ്ട്. വിഷ്ണുവിനും ശക്തിക്കുമുള്ള ബന്ധം പോലെയാകുന്നു കാമനും ശക്തിക്കും. കാമദേവൻ മന്മഥൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ മനസ്സിലൂടെ ജാതമായിരിക്കുന്ന ഒരു ദിവ്യ ശരീരമുള്ള ദേവനാകുന്നു. മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മിയുടെയും പുത്രനാകുന്നു കാമദേവൻ അല്ലെങ്കിൽ മന്മഥൻ. അദ്ദേഹം വളരെ എല്ലാവർക്കും അറിയാം, മഹാവിഷ്ണു എപ്പോഴും പുഞ്ചിരിച്ച മുഖത്തോടുകൂടി യോഗനിദ്രയിൽ കിടന്നുകൊണ്ട് എപ്പോഴും സൗഖ്യമായിരിക്കുന്ന സന്തോഷത്തോടെ ആനന്ദമയമായിരിക്കുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം എല്ലാവർക്കും ദർശനം നൽകുന്നത്. അങ്ങനെ മനസ്സിൽ അത്യധികം സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന നേരത്താണ് ഈ മന്മഥനെ ജനിപ്പിക്കുന്നത്. മനസ്സിലൂടെ ജനിച്ചവനായതുകൊണ്ട് അദ്ദേഹത്തിന് മന്മഥൻ എന്ന പേര്. അങ്ങനെ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും മന്മഥൻ്റെ മാതാപിതാക്കളായി മാറി.
പരാശക്തിക്ക് തൻ്റെ സഹോദരൻ്റെ പുത്രനാകുന്നു മന്മഥൻ. മാമൻ മാമി എല്ലാവർക്കും അറിയാം. മരുമക്കത്തായം ഉള്ള സമ്പ്രദായം സ്വീകരിച്ചിരുന്ന കേരള വംശജരോട് ഞാൻ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. അത്യധികം ഒരു റിലേഷൻഷിപ്പ് വരാൻ കാരണം മന്മഥൻ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ മന്മഥൻ കാട്ടിയ ഒരു ചേഷ്ട കാരണം കൊണ്ട് മാത്രമാണ് പാർവതി ദേവിക്ക് പരമശിവനെ വിവാഹം ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിത്തീർന്നത്. മാത്രമല്ല, ഭഗവാന്റെ ഇടതുവശത്തിരുന്ന് അമ്മയച്ഛൻ എന്നുള്ള നാമധേയത്തോടു കൂടി വിളങ്ങുവാനുള്ള ഭാഗ്യമുണ്ടാക്കി കൊടുത്തത് കാമദേവൻ സ്വന്തം ശരീരത്തെ ത്യാഗം ചെയ്തുകൊണ്ടാകുന്നു. അതുകൊണ്ട് കാമദേവൻ എന്ന് പറയപ്പെടുന്ന ആശ്ചര്യകരമായ അത്ഭുതകരമായ ദിവ്യശക്തിയുള്ള ആ മന്മഥനെ പരാശക്തി വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നു. ആ ശബ്ദത്തെയാണ് ഈ എന്ന് പറയപ്പെടുന്നത്, ഈ കാരം. പിന്നെയുള്ളത് ലകാരം. ലകാരം എന്നുള്ളത് ചില സ്ഥലങ്ങളിൽ ലകാരം എന്ന് പറയാറുണ്ട്. ലാവും ലാവും രണ്ടും അഭേദമാകുന്നു സംസ്കൃതത്തിൽ. അത് കാരണം ലകാരം എന്ന് പറയുന്നത് ക്ഷിതി, ഭൂമിയാകുന്നു ലകാരം. ലം പ്രതിവിധത്വാത്മികായൈ ശ്രീലളിതാംബികായൈ ഗന്ധം കൽപ്പയാമി നമഃ. പഞ്ചോപചാര പൂജയിൽ അല്ലെങ്കിൽ പഞ്ചമാനസ ഉപചാര പൂജകളിൽ ലം എന്നുള്ള ലകാരത്തെ ആണ് പരാശക്തിയുടെ തിരുനെറ്റിയിൽ നാം ചന്ദനക്കുറിയായി അല്ലെങ്കിൽ ഒരു കുറിയായി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതാകുന്നു ല. ഈ 4 അക്ഷരങ്ങളെയും കോർത്തിണക്കിയ ശബ്ദക്കോർവ എന്ന് പറയുന്നു അതിന്. ഈ 4 അക്ഷരങ്ങളെയും കൂട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു മന്ത്രധ്വനിയാകുന്നു ഹ്രീം, അതായത് പരാശക്തി. ഹ്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരാശക്തി, പരാശക്തി എന്ന് വെച്ചാൽ ഹ്രീം. 12 അക്ഷരങ്ങളും ഒന്നിച്ചുള്ള ഒരു മഹാശക്തിയാകുന്നു ഹ്രീം അല്ലെങ്കിൽ പരാശക്തി എന്നുള്ള നാമം. അങ്ങനെ ക എ ഇ ല ഹ്രീം എന്നുള്ള 5 അക്ഷരങ്ങളോടുകൂടി പ്രഥമകൂടം ശോഭിക്കുന്നു. പിന്നീടുള്ളത് മധ്യകൂടമാകുന്നു. മധ്യകൂടത്തിന് കാമരാജം എന്ന് പറയപ്പെടുന്നു. കാമരാജ ബീജമുള്ള ഒരു 2ാമത്തെ കൂടമാണ് മധ്യകൂടം. ആദ്യം പറഞ്ഞ മുഖമാകുന്നു ജ്ഞാനസ്വരൂപം, ജ്ഞാനശക്തി. പരാശക്തിയെ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന്. അതിലെ ജ്ഞാനശക്തിയാകുന്നു മുഖം. ഈ മധ്യകൂടം എന്ന് പറയപ്പെടുന്നത് ഇച്ഛാശക്തിയാകുന്നു. ശക്തികൂടം എന്ന് പറയപ്പെടുന്നത് ക്രിയാശക്തിയാകുന്നു. അങ്ങനെ ആ മധ്യകൂടത്തിലെ തത്വങ്ങളെ നോക്കുകയാണെങ്കിൽ അവിടെ 5 അക്ഷരങ്ങളും +1 ഹ്രീം എന്നുള്ള മന്ത്രവും ചേർത്ത് 6 അക്ഷരങ്ങളോടുകൂടി ശോഭിക്കുന്നു മധ്യകൂടം. ഈ മധ്യകൂടം എന്ന മഹത്തത്വം ഹ എന്നുള്ള വർണ്ണത്തെയും, ഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹകാരം, അതായത് രവി അല്ലെങ്കിൽ സൂര്യനാണ് ഇവിടുത്തെ അതിദേവത. 2ാമത്തെ അക്ഷരം സ എന്ന് വെച്ച് കഴിഞ്ഞാൽ സകാരം, അതായത് ചന്ദ്രൻ ആണ് ഈ മന്ത്രത്തിൻ്റെ അതിദേവതയായിരിക്കുന്നത്. പിന്നീട് സ്മരൻ, അതായത് കാമദേവൻ. പിന്നീട് ഹകാരം, ഹംസം അഥവാ അരയന്നം അല്ലെങ്കിൽ ബ്രഹ്മാവ് എന്നുള്ള ബ്രഹ്മതത്വത്തെയാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. പിന്നീട് ലകാരം. ഇവിടെയുള്ള ലകാരത്തിന് ശക്രൻ അഥവാ ഇന്ദ്രനാണ് സ്ഥാനമാനം കൊടുത്തിരിക്കുന്നത്. പിന്നീട് വരുന്നത് 6ാമത്തെ ബീജാക്ഷരം, അതായത് ഈ 5 ബീജാക്ഷരങ്ങളെയും കൂട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു മൂലതത്വമാകുന്നു, അതാണ് ഹ്രീം, പരാശക്തി. അങ്ങനെ ഹ സ ഖ ഹ ല ഹ്രീം എന്നാണ് മധ്യകൂടം എന്ന് പറയപ്പെടുന്ന കാംബീജം അല്ലെങ്കിൽ 2ാമത്തെ കൂടം. 3ാമത്തെ കൂടം ശക്തികൂടം എന്ന പേരിൽ അറിയപ്പെടുന്നു. ശക്തികൂടത്തിൽ 3 അക്ഷരങ്ങളും ഒരു ഹ്രീങ്കാരവും ചേർന്ന് 4 അക്ഷരങ്ങളായി തീർന്നു. ഇതിനെ സകാരം, അതായത് പര അല്ലെങ്കിൽ ബ്രഹ്മം അല്ലെങ്കിൽ പരാവിദ്യ എന്നുള്ള പേരെല്ലാം അറിയപ്പെടുന്നു. പര എന്ന് വെച്ചാൽ പരാശക്തി തന്നെയാകുന്നു. നമ്മൾ മുമ്പിൽ പഠിച്ചിട്ടുണ്ടല്ലോ. മൂലാധാരത്തിൽ പരാശക്തിയെ പര എന്ന് വിളിക്കപ്പെടുന്നു. സഹസ്രപത്ന പരാശക്തിയെ ത്രിപുരസുന്ദരി എന്ന് വിളിക്കപ്പെടുന്നു. പിന്നീട് ശക്തികൂടത്തിൽ 2ാമത്തെ അക്ഷരം കകാരം, മാരൻ അല്ലെങ്കിൽ രുദ്രൻ. 3ാമത്തെ അക്ഷരം ലകാരം, ഹരയഹ എന്ന പേര്, അതായത് ഹരി, നാരായണൻ, എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നവൻ, ഹരിക്കുന്നവൻ, ഹരൻ. ഹരയഹ എന്ന് വെച്ചാൽ ഹരി. പിന്നീട് 4ാമത്തേത് ഹ്രീം. അപ്പോൾ സ ക ല ഹ്രീം എന്നുള്ള ഈ 4 അക്ഷരങ്ങൾ ചേരുമ്പോൾ ശക്തികൂടമായി. ഇവിടെ പറയുന്നത് ബ്രഹ്മ, രുദ്രൻ, വിഷ്ണു എന്നുള്ള 3 ദേവന്മാരായി.
അപ്പോൾ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നുള്ള പഞ്ചേശ്വര കൃത്യങ്ങളെയും ഇതിൽ ഉൾക്കൊണ്ടു. ഭൂമി, സൂര്യൻ, ചന്ദ്രൻ എന്നുള്ള പ്രധാനപ്പെട്ട 3 ഗ്രഹങ്ങളുടെയും സംയുക്തമാണ് എല്ലാ ജീവരാശികളുടെയും നിലനിൽപ്പിന് കാരണം. ഇതിനെ 2 വിധത്തിൽ ധ്യാനിക്കാം. ഒന്ന് തല മുതൽ പാദം വരയ്ക്കും, ഇനിയൊന്ന് പാദം മുതൽ തല വരയ്ക്കും. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രഥമകൂടം എന്നുള്ളത് മുഖപത്മം, മധ്യകൂടം എന്ന് പറയപ്പെടുന്നത് കഴുത്ത് മുതൽ ഇടുപ്പ് വരെയുള്ള ഭാഗം, മൂന്നാമത്തേത് ഇടുപ്പ് മുതൽ പാദം വരെയുള്ള ശക്തികൂടം, മൂലാധാരം മുതൽ അനാഹത ചക്രം വരെയുള്ള ഭാഗത്തെ പ്രളയാഗ്നി കോടി സ്വരൂപമായിരിക്കുന്ന പ്രളയാഗ്നിയുടെ രൂപത്തിലും ശക്തിയിലും നിറഞ്ഞിരിക്കുന്ന കൂടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഞാൻ മുമ്പിൽ പറഞ്ഞതുപോലെ മൂലാധാരത്തിൽ നിന്നും സഹസ്രാരപത്മം വരയ്ക്കും, അല്ലെങ്കിൽ സഹസ്രാരപത്മം മുതൽ പാദം വരയ്ക്കുമുള്ള ഒരു ഭക്തന്റെ യോഗധ്യാനത്തെയാണ് പരാശക്തി എടുത്തു പറയുന്നത്. വളരെ വളരെ ആദ്യം 1-2 സത്സംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ കൊടയുടെ ആകൃതിയിലാണ് ഈ രചന മുഴുവൻ. പരാശക്തിയുടെ അങ്കുശം എന്നുള്ള ആയുധം എങ്ങനെ ഉണ്ടാകുമോ ആ രൂപത്തിലാണ് ഇത് മൊത്തം ഈ ആനന്ദലഹരി സൗന്ദര്യലഹരി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. മൂലാധാരം മുതൽ അനാഹത ചക്രം വരെയുള്ള ഭാഗത്തിന് പ്രളയാഗ്നിയുടെ ശക്തിയാണ് അവിടെയുള്ളത്. അനാഹതം മുതൽ ആജ്ഞാചക്രം വരെയുള്ള മധ്യകൂടം സൂര്യകോടി പ്രഭ, അവിടെ സൂര്യമണ്ഡലമാകുന്നു, സൂര്യശക്തിയുടെ ആധിക്യത്വം അധികമുള്ള സ്ഥലം. മൂന്നാമത്തേത് ആജ്ഞാചക്രം മുതൽ സഹസ്രാരപത്മം വരെയുള്ള ചന്ദ്രക്ഷേത്രം, ചന്ദ്രകോടി പ്രഭ, കോടി ചന്ദ്രന്മാരുടെ പ്രഭയോടുകൂടി ശോഭിക്കുന്ന സ്ഥലമാകുന്നു ഈ മുഖം. അതുപോലെ അനാഹതം എന്ന് വെച്ചാൽ ഹൃദയം, ഹൃദയം മുതൽ ആജ്ഞ വരെയുള്ള ഭാഗം മധ്യകൂടമായും, മൂലാധാരം മുതൽ അനാഹതം വരെയുള്ള ഭാഗം, അതായത് മൂലാധാരത്തിൽ നിന്നും ഹൃദയഭാഗം വരെയുള്ള ഭാഗത്തെ പ്രഥമകൂടമായും ധ്യാനിക്കുമ്പോൾ നമ്മൾ ചുവടെ നിന്ന് മുകളിലോട്ട് ധ്യാനിക്കുന്നു. ഊർദ്ധമുഖമായി ഉണർത്തിയാണ് കുണ്ടലിനിയെ നമ്മൾ സഹസ്രാരപത്മത്തിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ആദ്യം മൂലാധാരത്തിൽ നിന്നും അനാഹത ചക്രം വരെയുള്ള ഭാഗത്തെ പ്രഥമകൂടം എന്നാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. ഇത് പ്രളയാഗ്നി സ്വരൂപമാകുന്നു. പിന്നീട് അനാഹതം മുതൽ ആജ്ഞ വരെയുള്ള ഭാഗം രണ്ടാമത്തെ കൂടം, ഇതാണ് സൂര്യകോടി പ്രഭയായിരിക്കുന്നത്. മൂന്നാമത് ആജ്ഞ മുതൽ സഹസ്രാരപത്മം വരയ്ക്കുമുള്ള മൂന്നാമത്തെ ഭാഗം, അതായത് ശക്തികൂടം എന്ന് പറയുന്ന ചന്ദ്രക്ഷേത്ര, ചന്ദ്രകോടി പ്രഭയായി ജ്വലിക്കുന്ന സ്ഥലമാകുന്നു ഈ 3. ഇങ്ങനെ പരാശക്തിയുടെ പൂർണ്ണ രൂപത്തെ 15 അക്ഷരങ്ങൾ വഴി ഉപാസിക്കപ്പെടുന്ന വിദ്യയാകുന്നു ശ്രീവിദ്യ മന്ത്ര ഉപാസന എന്ന് പറയപ്പെടുന്നത്. ഇതുതന്നെയാകുന്നു സ്വതന്ത്രം, ഇതുതന്നെയാണ് ദേവീതന്ത്രം, വിശ്വകേശ്വര തന്ത്രം എന്നുള്ള പല പുണ്യനാമങ്ങളെ കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്ന മന്ത്ര ഉപാസനയാകുന്നു ഈ പഞ്ചദശി വിദ്യ. ദേവി ഉപാസന എന്ന് മൊത്തമായി പറയപ്പെടുന്നു. ശക്തിയുടെ, പരാശക്തിയുടെ ഈ മഹത്തത്വത്തെ 4 പ്രധാനപ്പെട്ട അവയവ രൂപങ്ങളായി ഭക്തന്മാർ അല്ലെങ്കിൽ ഉപാസകന്മാർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ 4 രൂപങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കുകയാണെങ്കിൽ, പരാശക്തിയെ തത്വമയി എന്ന് പറയപ്പെടുന്നു. തത്വമയി എന്ന് വെച്ച് കഴിഞ്ഞാൽ തത്വങ്ങൾ, ഏറ്റവും അധികം തത്വങ്ങൾ ഉള്ളത് ശക്തി തത്വങ്ങളിലാകുന്നു, ശക്തി ഉപാസനയിലാകുന്നു. നമുക്കെല്ലാം അറിയാം, ശാക്തം, വൈഷ്ണവം, ശൈവം, കൗമാരം, ഗാണാപത്യം, കാർത്തികേയം, സൗരം എന്നുള്ള 6 പ്രധാനപ്പെട്ട ഉപാസനാ മാർഗങ്ങൾ അല്ലെങ്കിൽ ആ പ്രധാനപ്പെട്ട മതങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് നല്ല ഒത്തിരി ഉണ്ട്, മീമാംസ ഉണ്ട്, അങ്ങനെ പല ജൈനം, ബൗദ്ധം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ ഭൂമി മുതൽ സദാശിവൻ വരെയുള്ള 36 തത്വങ്ങളുടെ രൂപമായി പരാശക്തിയെ കാണുന്നു, ധ്യാനിക്കുന്നു, അറിയുന്നു. ഒരു ഭക്തൻ യഥാർത്ഥത്തിൽ തപസ് ചെയ്ത് ധ്യാനമഗ്നായിരിക്കുമ്പോൾ അവന് ഈ ഭൂമി മുതൽ ശിവപര്യന്തമുള്ള 36 തത്വങ്ങളെയും പരാശക്തിയുടെ രൂപമായി തന്നെ കൽപ്പിച്ചുകൊണ്ട് തത്വമയി എന്ന പേരിൽ അറിയപ്പെടുന്നു പരാശക്തി. അടുത്തത് ശബ്ദമയി എന്നുള്ള നാമം കൊണ്ടാണ് ദേവി അറിയപ്പെടുന്നത്. ശബ്ദങ്ങൾ മുഖ്യമായും 4 വിധത്തിലാകുന്നു. പരാ പശ്യന്തി, മധ്യമ, വൈഖരി എന്ന് പറയപ്പെടുന്നു. ലളിതാ സഹസ്രനാമത്തിൽ പരാ പ്രത്യക്ഷതീ രൂപ പശ്യന്തി പരദേവതായേ നമഃ, മധ്യമ വൈഖരി രൂപ ഭക്തമാനസഹംസികായേ നമഃ എന്നുള്ള നാമങ്ങളെ കൊണ്ടാണ് നാം അറിയുന്നത്. അങ്ങനെ കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ നിന്ന് എണീറ്റ് വൈഖരി എന്ന് പറയപ്പെടുന്ന വിശുദ്ധി ചക്രം കഴിഞ്ഞ് ആജ്ഞാചക്രത്തിന് മുമ്പിലെയായി
വായ്ക്കകത്തുകൂടി പുറത്തു വരുന്നു ഈ ശബ്ദധ്വനികൾ. അതുകൊണ്ട് പരാശക്തിയെ ശബ്ദമീ എന്ന് പറയപ്പെടുന്നു. അതായത് പരാ എന്നുള്ള ശബ്ദം, പശ്യന്തി എന്നുള്ള ശബ്ദം, മധ്യമ എന്നുള്ള ശബ്ദം, വൈഖരി എന്നുള്ള ശബ്ദം. വൈഖരി എന്ന ശബ്ദത്തെ മാത്രമേ നമ്മൾ കാതുകൊണ്ട് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. പരാ, പശ്യന്തി, മധ്യമ നമുക്ക് കേൾക്കാൻ സാധ്യമല്ല, ഉണരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പലർക്കും ആഹാരം കഴിച്ചില്ലെങ്കിൽ വയറ്റിനകത്ത് ശബ്ദിക്കുന്ന ശബ്ദം കേൾക്കാം. അതങ്ങനെയല്ല. ഇത് അത്യധികം സൂക്ഷ്മം, സൂക്ഷ്മതരം, സൂക്ഷ്മതമം എന്ന് പറയപ്പെടുന്ന സൂക്ഷ്മത്തിന്റെ 3 ഘടകങ്ങളിൽ അതിസൂക്ഷ്മമായിരിക്കുന്ന സ്ഥിതിയാകുന്നു ഈ പരാപശ്യന്തി മധ്യമ എന്നുള്ള ശബ്ദത്തിനുള്ളത്. അങ്ങനെ അതുകൊണ്ട് പരാശക്തിയെ ശബ്ദമീ എന്ന് പ്രകീർത്തിക്കുന്നു അല്ലെങ്കിൽ പുകഴ്ത്തുന്നു. അടുത്തത് ചക്രമയിയാകുന്നു പരാശക്തി. എല്ലാ ചക്രങ്ങളുടെയും രൂപത്തിലാണ് ശക്തിയെ നാം കാണേണ്ടത്. ചക്രങ്ങളിൽ ചക്രരാജം എന്ന് പറയപ്പെടുന്ന, ചക്രത്തിനെല്ലാം രാജാവായിരിക്കുന്ന ശ്രീചക്രം, ശ്രീചക്ര സ്വരൂപത്തിലായിരിക്കുന്നവൾ. ശ്രീചക്രത്തിൽ 43 ചക്രങ്ങളുണ്ട്. 44 നമ്മൾ മനസ്സിലാക്കിയതിനു മുമ്പിൽ 43 പ്രധാനപ്പെട്ട ചക്രങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ 43 ചക്രങ്ങളിലും ആയി വ്യാപിച്ചിരിക്കുന്ന പരാശക്തിയുടെ പ്രധാനപ്പെട്ട 9 ചക്രങ്ങൾ, അതിനകത്തായിരിക്കുന്ന ത്രികോണ ചക്രം, അതിലും പ്രാധാന്യം അർഹിക്കുന്ന ബിന്ദു തർപ്പണം അല്ലെങ്കിൽ ബിന്ദു സ്വരൂപമായിരിക്കുന്ന പരാശക്തി സ്വരൂപിണി, ശ്രീചക്ര ബിന്ദു മധ്യസ്ഥതയായിരിക്കുന്നവളാണ് ദേവി. അങ്ങനെ ചക്രമയി എന്നുള്ള ഒരു ശരീരം ശക്തിക്കുണ്ട്. പിന്നീടുള്ള ദേഹമയി, പരാശക്തിയുടെ ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ദേഹം എന്നുള്ള ദേഹം, സ്ഥൂലം, സൂക്ഷ്മം, പരം എന്ന 3 ശരീരങ്ങളാണ് ദേവിക്കുള്ളത്. കരചരണ അവയവങ്ങളോട് കൂടിയതാകുന്നു സ്ഥൂല ശരീരം, മന്ത്രമയമാകുന്നു സൂക്ഷ്മ ശരീരം, വാസനാമയമാകുന്നു പരശരീരം. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞു ഇതിനു മുമ്പിൽ തന്നെ. കരചാരണ അവയവങ്ങളോട് കൂടിയത് 4 തൃക്കരങ്ങളും 2 പാദങ്ങളും 2 സ്ഥലങ്ങളും, ഒരു മൂക്ക്, നാക്ക്, കണ്ണ്, കാത്, വയറ്, ശരീരം എന്നുള്ള ഈ മൊത്തം ശരീരത്തെ സ്ഥൂല ശരീരം എന്ന് പറയപ്പെടുന്നു. പ്രപഞ്ചത്തിൽ കാണുന്ന സ്ഥൂല വടിവത്തിലുള്ള എല്ലാ തത്വങ്ങളും ശക്തിയുടെ സ്ഥൂല സ്വരൂപമായിരിക്കുന്ന ദേഹമാകുന്നു. പിന്നീട് മന്ത്രങ്ങളിലെല്ലാം ദൈവമുണ്ട്. മന്ത്രം എല്ലാം ഓരോ നാമങ്ങളാകുന്നു. നാമമുണ്ടെങ്കിൽ രൂപമുണ്ട്, രൂപമുണ്ടെങ്കിൽ നാമവും ഉണ്ടാവും. നാമം രൂപത്തെ പ്രതിനിധീകരിക്കുന്നു, രൂപം നാമത്തെ പ്രതിനിധീകരിക്കുന്നു. ഉപ്പ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, പുളി എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. അതുപോലെ നാമം പറഞ്ഞു കഴിഞ്ഞാൽ രൂപത്തെ മനസ്സിലാക്കാനും, രൂപത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നാമത്തെ മനസ്സിലാക്കാനുള്ള ശക്തി, തന്ത്രം, യന്ത്രം, രൂപം, ഈ ശക്തിയാകുന്നു മന്ത്രമയം എന്ന് പറയപ്പെടുന്നത്. മന്ത്രങ്ങൾ പ്രധാനമായും 7 കോടി മഹാമന്ത്രങ്ങളാണുള്ളത്. 7 കോടി മഹാമന്ത്രങ്ങളാണുള്ളത്. ആ 7 കോടി മഹാമന്ത്രങ്ങളുടെയും തലപ്പത്തിരിക്കുന്ന ഒരു മഹാമന്ത്രമാകുന്നു ഹ്രീം. ഹകാര, രകാര, ഈകാരം ബീജാക്ഷരങ്ങൾ ചേർത്ത ഹ്രീം എന്നുള്ള ശക്തിപ്രണവം. പിന്നീടുള്ളത് വാസനാമയം. വാസന അതി സൂക്ഷ്മമാകുന്നു. ആരെ കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. പലർക്കും പലവിധമായ വാസനകളുണ്ട്. ഇപ്പോൾ കൃഷ്ണാവതാരത്തിൽ നോക്കുകയാണെങ്കിൽ ബലരാമൻ അദ്ദേഹം മദ്യപിക്കാറുണ്ട്, കാമാസക്തനായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വാസനയാണ്. അദ്ദേഹം ആദിശേഷനായിരിക്കുന്ന സർപ്പത്തിൻ്റെ അവതാര സ്വരൂപമാണ്. ആദിശേഷൻ്റെ അവതാരമാകുന്നു ബലരാമൻ. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം, പാമ്പുകളുടെ കാമാസക്തി അല്ലെങ്കിൽ പാമ്പുകൾക്കുള്ള കാമകേളി വളരെ പ്രസിദ്ധമാണ്. അതുപോലെ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. അപ്പോൾ ആ വാസന, ചിലർക്ക് ചെറിയ വയസ്സിന് മുമ്പ് തന്നെ നമുക്ക് ഭഗവാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കണ്ട, അവരിരുന്ന് പ്രാർത്ഥിച്ചോളും. ഒരു കല്ലോ പടമോ എന്തെങ്കിലും വെച്ച് ഭഗവാൻ നാമം പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചോളും, ചെറിയ വയസ്സ് മുതൽ തന്നെ. അപ്പോൾ പൂർവ്വജന്മങ്ങളിൽ അവർ ഇതുമാതിരി മന്ത്രതന്ത്ര യന്ത്ര ഉപാസനകൾ ചെയ്തിട്ടുള്ള ഒരു ആത്മാവായിരിക്കും അത്. അപ്പോൾ ആ വാസന പിന്നീട് എത്ര ജന്മം എടുത്തു കഴിയുമ്പോഴും അത് അവരുടെ കൂടെ തന്നെ വരുന്നു. അങ്ങനെയുള്ള രഹസ്യ തത്വങ്ങളെയാകുന്നു പര എന്ന് പറയപ്പെടുന്നത്. അതായത് സൂക്ഷ്മം, സ്ഥൂലം, സൂക്ഷ്മം, പരം, അങ്ങനെയുള്ള ഈ 3 രൂപത്തിലുള്ള ദേഹസ്വരൂപം. അതുകൊണ്ട് പരാശക്തിയെ ദേഹമയി എന്ന് പറയുന്നു. അപ്പോൾ തത്വമയി, ശബ്ദമയി, ചക്രമയി, ദേഹമയി എന്നുള്ള 4 പ്രധാനപ്പെട്ട രീതിയിൽ പരാശക്തിയുടെ ശരീരത്തെ അല്ലെങ്കിൽ പരാംബികയുടെ ദിവ്യമായിരിക്കുന്ന രൂപത്തെ ഒരു ഭക്തൻ ആരാധന ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ചെയ്യാവുന്നതാണ് എന്ന് ഇവിടെ വ്യാഖ്യാനിക്കുന്നു. ഈ പറഞ്ഞ പഞ്ചദശാക്ഷരിയിൽ കാഹ എന്നുള്ള 2 അക്ഷരങ്ങൾ ശിവ അക്ഷരങ്ങൾ എന്ന പേരിൽ അറിയപ്പെടും. എ, ഇ, ല, സ എന്ന 4 അക്ഷരങ്ങൾ ശക്തി അക്ഷരങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹ്രീം എന്നുള്ള മന്ത്രം ശിവശക്തി ഐക്യമായും ബ്രഹ്മാവിഷ്ണുരുദ്ര മഹേശ്വര സദാശിവ ഐക്യമായും പറയപ്പെടുന്നു. ഹൃല്ലേഖ 12 മഹാശക്തികൾ ചേർന്നതാകുന്നു ഒരു ഹ്രീങ്കാര മന്ത്രത്തിൻ്റെ ശക്തി. അങ്ങനെ പരാശക്തിയെ അറിയാനുള്ള പ്രധാന വഴികൾ ഏതാണ് നോക്കുകയാണെങ്കിൽ, ചതുർവേദങ്ങൾ, വേദങ്ങളിലൂടെ പരാശക്തിയെ ആരാണെന്ന് അറിയാം. 6 ശാസ്ത്രങ്ങൾ,
6 മുഖ്യമായ ശാസ്ത്രങ്ങൾ വഴി ശക്തി ആരാണെന്ന് മനസ്സിലാക്കാം. 18 പുരാണങ്ങൾ, മഹാപുരാണങ്ങൾ, ഇതിലൂടെ പരാശക്തിയെ ആരാണെന്ന് മനസ്സിലാക്കാം. 14 പ്രധാനപ്പെട്ട വിദ്യകൾ, മീമാംസം, ന്യായശാസ്ത്രം എന്നുള്ള ശാസ്ത്രങ്ങൾ, വിദ്യകളെല്ലാം അതിനകത്ത് വരും. 14 വിദ്യകൾ. അങ്ങനെ മൊത്തത്തിൽ 42 മാർഗങ്ങൾ വഴി, 42 + 1 43 ശ്രീചക്രം. അങ്ങനെ 42 വിദ്യകൾ വഴി അല്ലെങ്കിൽ 42 മാർഗങ്ങൾ വഴി പരാശക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള വിദ്യാ ഉപാസനകൾ എല്ലാം ഉൾക്കൊണ്ടതാകുന്നു ഈ ശക്തി ഉപാസന. അങ്ങനെ 14 വിദ്യകളിൽ പ്രാധാന്യം അർഹിക്കുന്നത് ഗായത്രി ഉപാസനയാകുന്നു, അല്ലെങ്കിൽ ഗായത്രി മന്ത്രമാകുന്നു. എല്ലാവർക്കും അറിയാം ഗായത്രി മന്ത്രം, അല്ലെങ്കിൽ ഗായത്രി ആരാണ് എന്നുള്ളത് ആൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാദികൾ, മറ്റു മതസ്ഥர்கள் എല്ലാവർക്കും അറിയുന്ന ഒരു തത്വമാകുന്നു ഗായത്രി ഉപാസന, അല്ലെങ്കിൽ ഗായത്രി എന്ന് വെച്ചാൽ. ഗായത്രിക്ക് സഹസ്രനാമമുണ്ട്. ഗായത്രി സഹസ്രനാമം, ശിവസഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ഹനുമത് സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ഇങ്ങനെ 10 പ്രധാനപ്പെട്ട സഹസ്രനാമങ്ങളിൽ അഗ്രഗണ്യമാകുന്നു ലളിതാ സഹസ്രനാമം. അങ്ങനെ ഈ ഗായത്രി ഉപാസന 2 രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. 2 രീതിയിലുള്ള ഗായത്രി ഉപാസന എന്ന് പറയപ്പെടുന്നത്, ആദ്യം എല്ലാവർക്കും അറിയുന്ന പ്രകൃത്യാ ഉള്ള വിശ്വാമിത്ര മഹർഷിയുടെ രൂപകൽപ്പന പ്രകാരം വന്നു ചേർന്നിട്ടുള്ളതാണ് സാവിത്രി ഗായത്രി, സവിതാ ഗായത്രി എന്ന് പേര് പറയുന്നു. ഈ ഗായത്രി 24 അക്ഷരങ്ങളുള്ള 24 വർണ്ണങ്ങളുള്ള മഹാമന്ത്രമാകുന്നു ഗായത്രി മന്ത്രം. ഇതിനെ പൊതുവെ സാവിത്രി ഗായത്രി എന്ന് പറയപ്പെടുന്നു. ഇതിനെ ദ്വിജന്മാർ പ്രതിദിനം ത്രികാലങ്ങളിലും അനുഷ്ഠിച്ചു വരുന്ന അവരുടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുകളാകുന്നു, അല്ലെങ്കിൽ അവരുടെ അനുഷ്ഠാനങ്ങളാകുന്നു ഗായത്രി ഉപാസന എന്ന് പറയപ്പെടുന്നത്. ഗായത്രിക്ക് 5 കൂടങ്ങളാണ് ഉള്ളത്. 5 കൂടങ്ങൾ ഏതെല്ലാം നോക്കുകയാണെങ്കിൽ, പ്രഥമ കൂടം ഓം, പ്രണവം എന്ന് പറയപ്പെടുന്ന ഓം. അകാര, ഉകാരം, അകാരം, പ്രണവം എന്ന് പറയപ്പെടുന്ന ഓം. പിന്നീടുള്ളത് ഭൂർഭുവ സ്വഹ എന്ന് പറയപ്പെടുന്ന 3 വർണ്ണാത്മങ്ങൾ ചേർന്ന 2ാമത്തെ കൂടം. 3ാമത്തെ കൂടത്തിൽ തത് സവിതുർവരേണ്യം. 4ാമത്തെ കൂടം ഭർഗോ ദേവസ്യ ധീമഹി, ഇത് 4ാമത്തെ കൂടം. 5ാമത്തെ കൂടം ധിയോ യോനഃ പ്രചോദയാത് എന്നുള്ള 5ാമത്തെ കൂടം. അങ്ങനെ 5 കൂടങ്ങളാണ് സവിതാ ഗായത്രിക്കുള്ളത്. അതേ നേരത്ത് 2ാമത്തെ ഗായത്രി ഉപാസന എന്ന് പറയപ്പെടുന്നത് പരാശക്തിയുടെ ത്രിപുരസുന്ദരി മന്ത്രം എന്ന് പറയപ്പെടുന്ന പഞ്ചദശാക്ഷരി മന്ത്രം തന്നെയാകുന്നു. പഞ്ചദശാക്ഷരിയിൽ ശ്രീ എന്നുള്ള ബീജാക്ഷരത്തെ ചേർക്കുമ്പോൾ അത് ഷോഡശാക്ഷരി മന്ത്രമായി തീരും. ആ ത്രിപുരസുന്ദരി മന്ത്രത്തിന് 3 കൂടങ്ങളാണ് ഉള്ളത്. പ്രഥമകൂടം, മധ്യകൂടം, ശക്തികൂടം. അതായത് 5, 6, 4 എന്നുള്ള ബീജാക്ഷരങ്ങൾ ഉൾക്കൊണ്ട മന്ത്രമാകുന്നു. സവിതാ ഗായത്രി 24 അക്ഷരങ്ങൾ, പഞ്ചദശാക്ഷരി 15 അക്ഷരങ്ങൾ, ഷോഡശാക്ഷരി 16 അക്ഷരങ്ങൾ. ഇങ്ങനെ വർണ്ണഭേദങ്ങൾ കൊണ്ടും വർണ്ണമാഹാത്മ്യങ്ങൾ കൊണ്ടും നിറയ്ക്കപ്പെട്ടതാണ് ഈ മന്ത്ര ഉപാസനകളെല്ലാം. പ്രപഞ്ചത്തിൽ നാം വർണ്ണങ്ങളെ കൊണ്ട് മന്ത്രങ്ങളെ മനസ്സിലാക്കാനും മന്ത്രങ്ങളിലൂടെ വർണ്ണത്തെ മനസ്സിലാക്കാനുള്ള ഒരു രഹസ്യ ഉപാസനയാകുന്നു ഈ പരാശക്തി ഉപാസന. അതുകൊണ്ടാണ് പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും പരാശക്തിയുടെ സൃഷ്ടിയായി നാം കരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നാം ഈ മന്ത്രത്തെ ഉപാസന ചെയ്തതിൻ്റെ ഫലം ലഭിക്കും, ഇൻഡയറക്റ്റ് ആയിട്ട്. അങ്ങനെ ഹ്രീം അഥവാ ഹൃല്ലേഖ എന്ന സ്വരൂപം 12 അക്ഷരങ്ങളോട് കൂടിയതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ മുമ്പിൽ. ആ 12 അക്ഷരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കുകയാണെങ്കിൽ, ഹകാരം, രകാരം, ഈകാരം, ബിന്ദു, അർദ്ധചന്ദ്രം, രോദിനി, നാദം, നാദാന്തം, ശക്തി, വ്യാപിക, സമാന, ഉന്മന. അതിനെ ഉന്മനി എന്ന് പറയും ചില സ്ഥലങ്ങളിൽ, ഉന്മന. ഇങ്ങനെ 12 അക്ഷര തത്വങ്ങൾ ചേർന്നതാകുന്നു ഹ്രീം എന്ന് പറയപ്പെടുന്ന ഹൃല്ലേഖ സ്വരൂപം. ശിവശക്തി തന്നെയാകുന്നു ഹൃല്ലേഖ രൂപം. ആ ഹ്രീകാര മന്ത്രത്തിൽ എല്ലാം ഉണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇന്നലെ, ഇന്ന്, നാളെ, അതായത് ഭൂതം, ഭാവി, വർത്തമാനം എന്നുള്ള സർവം അതിനകത്ത് ഉൾക്കൊണ്ടതാണ്. അങ്ങനെ ബീജ മഹാമന്ത്രകൂടത്തിൻ്റെ രൂപഭേദങ്ങൾ എന്ന് പറയപ്പെടുന്നത് 2 വിധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മന്ത്രത്തിനെ മനസ്സിലാക്കുമ്പോൾ ഒന്ന് വ്യഷ്ടി, ഇനിയൊന്ന് സമഷ്ടി. അതായത് വ്യഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ മൈക്രോ ലെവൽ. സമഷ്ടി എന്ന് പറയുന്നത് മൊത്തം എല്ലാം കൂടി ചേർന്നത്, മാക്രോ ലെവൽ. ഇങ്ങനെ 2 വിധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. വ്യഷ്ടി സ്വരൂപം, സമഷ്ടി സ്വരൂപം. വ്യഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗുലർ, സമഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലൂറൽ. ഒന്ന് ഗ്രോസ്, ഇനി ഒന്ന് നെറ്റ്. ആ
വ്യഷ്ടിയും സമഷ്ടിയും ചേർന്നാണ്, അല്ലെങ്കിൽ അതിലെ ഉൾക്കൊണ്ടിരിക്കുന്ന ബീജാക്ഷരങ്ങൾ വിപുലീകരിച്ചാണ് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന വ്യഷ്ടിയിലും സമഷ്ടിയിലും ഉള്ള തത്വങ്ങൾ എല്ലാം ചേർന്നതാണ് ഈ ബ്രഹ്മാണ്ടം. അതിൽ 51 വിദ്യാരൂപമായിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യഷ്ടിസ്വരൂപങ്ങളെ നാം മനസ്സിലാക്കണം. എന്താണെന്ന് അറിയാം. ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് പ്രപഞ്ചത്തെ തന്നെ പരാശക്തി എന്ന പേരിലും അതിനെ ആ പ്രപഞ്ചത്തിന് ജീവൻ കൊടുത്ത് നിൽക്കുന്ന ജീവസ്വരൂപമായിരിക്കുന്ന പരമശിവനെ സദാശിവൻ എന്ന പരബ്രഹ്മം എന്നായും അല്ലെങ്കിൽ പുരുഷൻ എന്നും നാം ശക്തി ഉപാസനയിലൂടെ മനസ്സിലാക്കുന്നു. 51 വിദ്യാതത്വങ്ങൾ ഏതെല്ലാമാണ് നോക്കുകയാണെങ്കിൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം, ജ്ഞാത, ജ്ഞാനം, ജ്ഞേയം, തത്സാമരസ്യം, അഗ്നിചക്രം, സൂര്യചക്രം, സോമചക്രം, ബ്രഹ്മചക്രം, മിത്രേശനാഥൻ, ഷഷ്ടീശനാഥൻ, ഉഡ്ഡീശനാഥൻ, ചര്യാനന്ദനാഥൻ, ജാഗ്രസ്വപ്ന സുഷുപ്തി, തുരീയം, വാമ, ജ്യേഷ്ഠ, രൗദ്രി, ശാന്ത, ഇച്ഛ, ജ്ഞാന, ക്രിയ, അംബിക, കാമേശ്വരി, വജ്രേശ്വരി, ഭഗമാലിനി, മഹാത്രിപുരസുന്ദരി, ആത്മതത്വം, വിദ്യാതത്വം, ശിവതത്വം, സർവതത്വം, കാമഗിരിപീഠം, ജാലന്ധരപീഠം, ഓഢ്യാണപീഠം, പ്രാഗ് ദക്ഷിണം, പശ്ചിമം, ഉത്തരം, സ്വായംഭുലിംഗം, ബാണലിംഗം, ഇതരലിംഗം, പരമലിംഗം, പശ്യന്തി, മധ്യമ, വൈഖരി, പര. ഇങ്ങനെയുള്ള 51 തത്വങ്ങളിലൂടെ ഈ 51 തത്വങ്ങളും വ്യഷ്ടിയിൽ അടങ്ങുന്നു. ഇവരുടെ എല്ലാവരുടെയും ബീജദാനമായിരിക്കുന്ന പുരുഷശക്തി പരബ്രഹ്മസ്വരൂപമാകുന്നു സമഷ്ടി എന്ന് പറയപ്പെടുന്നത്. ലോകത്തിലെ എല്ലാ തത്വങ്ങളും ചേർത്ത് കഴിഞ്ഞാൽ അതിന് സമഷ്ടി എന്ന് പറയപ്പെടുന്നു. ഇൻഡിവിജ്വലായിട്ട് നോക്കുന്ന നേരത്ത് തന്നെ വ്യഷ്ടി എന്ന പേരിൽ അറിയപ്പെടുന്നു. വ്യഷ്ടിക്കും സമഷ്ടിക്കും ഇതിനു മുമ്പിലുള്ള ഒരു സ്വതന്ത്രത്തിന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ മൈക്രോ, മാക്രോ. മാക്രോ എന്ന് വെച്ചാൽ വിപുലീകരിച്ച വലുതായിരിക്കുന്നത്, മൈക്രോ എന്ന് വെച്ചാൽ വളരെ ലോവൽ. ഫോർ എക്സാമ്പിൾ, ഒരു ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ഭാരതം മാക്രോ. അതിലെ സ്റ്റേറ്റ്സ് ആന്ധ്ര, കർണാടക, കേരള, മധ്യപ്രദേശ്, ഒഡീസ, ഇതെല്ലാം സോറി സ്റ്റേറ്റ്, ഇതെല്ലാം വ്യഷ്ടികളാണ്. ഇവരെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് സമഷ്ടി എന്ന് പറയപ്പെടുന്ന ഭാരതദേശമാകുന്നത്. അതുപോലെ തന്നെയാണ് ദൈവം. ദൈവം എന്ന് പറയപ്പെടുന്ന പലവിധ സങ്കല്പത്തിൽ വരാം. ഓരോ മതങ്ങളുടെ പേരിലും, ഓരോ ജാതിയുടെ പേരിലും, ഓരോ രൂപഭേദങ്ങളുടെ പേരിലും, ഓരോ വിശ്വാസത്തിൻ്റെ പേരിലും എല്ലാം പലവിധമായ തത്വങ്ങൾ നിറഞ്ഞതാകുന്നു ഈ പ്രപഞ്ചം മുഴുവൻ, ഈ ലോകം മുഴുവൻ. അതുമാതിരിയുള്ള കോടിക്കണക്കിനുള്ള ലോകങ്ങളിലെ തത്വങ്ങളെല്ലാം ചേരുമ്പോഴാണ് അതിന് സമഷ്ടി എന്ന് പറയപ്പെടുന്നത്. സമ്രാട്ട്, അതാണ് പരമാത്മാവ്. ഇങ്ങനെ 2 വിധത്തിലുള്ള ഗായത്രി ഉപാസനയാണ് ഈ ശക്തി മന്ത്രത്തിൽ നാം പഠിക്കുന്നത്. ഒന്ന് സവിതാ ഗായത്രി, 2 ത്രിപുരസുന്ദരി മന്ത്രം, അതായത് പഞ്ചദശാക്ഷരി മന്ത്രം. അങ്ങനെ ഈ ഗായത്രിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എന്താണ് പൂർണ്ണ ഗായത്രി എന്നുള്ളത് മനസ്സിലാക്കണം. പൂർണ്ണ ഗായത്രി എന്ന് പറയുന്നത് 3 ഗായത്രി മന്ത്രങ്ങൾ ചേർന്നതാകുന്നു ഒരു പൂർണ്ണ ഗായത്രി. സവിതാ ഗായത്രിക്ക് 24 അക്ഷരങ്ങൾ അഥവാ വർണ്ണങ്ങൾ. പിന്നീടുള്ള ദുർഗാ ഗായത്രിയാണ്. 44 അക്ഷരങ്ങൾ അഥവാ 44 വർണ്ണങ്ങളുള്ളതാകുന്നു ദുർഗാ ഗായത്രി. പിന്നീടുള്ളത് ത്രയംബക ഗായത്രി, 32 വർണ്ണങ്ങൾ അഥവാ 32 അക്ഷരതത്വങ്ങൾ ചേർന്നതാകുന്നു ത്രയംബക ഗായത്രി. അങ്ങനെ 24 + 44 + 32 ചേരുമ്പോൾ 100 അക്ഷരങ്ങളുള്ള പൂർണ്ണ ഗായത്രി മന്ത്രം ലഭിക്കുന്നു. ദുർഗാ ഗായത്രി എന്ന് പറയപ്പെടുന്നത് ഓം കാത്യായനായ വിദ്മഹേ കന്യകുമാരി ധീമഹി തന്നോ ദുർഗി പ്രചോദയാത്. ഇതാണ് ദുർഗാ ഗായത്രി. ത്രയംബക ഗായത്രി എന്ന് പറയപ്പെടുന്നത് ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയ മാമൃതാത്. ചില സ്ഥലങ്ങളിൽ ബന്ധനാൻ, മൃത്യോർ മുക്ഷീയ മാമൃതാത് രണ്ടും ഒന്ന് തന്നെയാണ്. ലാ എന്ന് പറഞ്ഞത് മാത്രമാണ് ഇവിടെ വരുന്ന അർത്ഥം. ഇങ്ങനെ 24, 44, 32 എന്ന അക്ഷരങ്ങൾ ചേരുമ്പോൾ പൂർണ്ണ ഗായത്രി എന്ന് പറയപ്പെടുന്ന ഒരു മന്ത്ര ശൃംഖല നമുക്ക് മുമ്പിൽ കാണാവുന്നതാണ്. ഇതെല്ലാം ശക്തിസ്വരൂപം തന്നെയാകും. അതേ നേരം ഹൃല്ലേഖ അല്ലെങ്കിൽ ബീജാക്ഷരം എന്ന് പറയപ്പെടുന്ന മഹത്തത്വം ഇതിനെ ബിന്ദുവായും കുണ്ടലിനി രൂപമായ നാദം ത്രൈലോക്യ മോഹനാദി 9 ചക്രങ്ങളുടെ രൂപത്തിൽ പ്രകാശിക്കുന്നു.
അപ്പോൾ വ്യഷ്ടി നമ്മൾ 51 വിദ്യകളായി മനസ്സിലാക്കി. ഈ സമഷ്ടി എന്ന് പറയപ്പെടുന്നത് എല്ലാത്തിനെയും ഈ 43 ചക്രങ്ങൾക്കകത്താക്കിയും ആ 43 ചക്രങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള 9 ചക്രങ്ങളാക്കിയും ആ 9 ചക്രങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള 3 ചക്രങ്ങളാക്കിയും ആ 3 ചക്രത്തിന്റെ മധ്യത്തിലുള്ള ബിന്ദുരൂപമായിരിക്കുന്ന മഹാശക്തി സ്വരൂപിണിയായിരിക്കുന്ന പരാശക്തിയെ ബിന്ദുരൂപിണി അല്ലെങ്കിൽ കാമേശ്വരി അല്ലെങ്കിൽ കാമേശ്വരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതാണ് 2 വിധത്തിൽ മനസ്സിലാക്കാനുള്ള ഗായത്രി ഉപാസനകൾ. ഇങ്ങനെ ശ്രീവിദ്യാമന്ത്രം ആരുടെ നാക്കിൽ ഉരുളുന്നുവോ അല്ലെങ്കിൽ ജപിക്കപ്പെടുന്നുവോ അവൻ സാക്ഷാൽ പരമശിവന് തുല്യമായി തീരുന്നു. അതിൻ്റെ പ്രമാണം ശ്രീവിദ്യ യക്സ്യ ജിഹ്വാഗ്രേസ സാക്ഷാത് പരമശിവ എന്ന് പറയപ്പെടുന്നു. ശ്രീവിദ്യ എന്ന പഞ്ചദശാക്ഷരി മന്ത്രം യസ്യ ജിഹ്വ ആരുടെ നാക്കിൽ ഗ്രേസഹ വർത്തിക്കുന്നുവോ ജപിക്കുന്നുവോ അല്ലെങ്കിൽ പറയുന്നുവോ അവർ സാക്ഷാത് പരമശിവ സാക്ഷാത് പരമശിവൻ തന്നെയായിത്തീരുന്നു അല്ലെങ്കിൽ പരമശിവനാകുന്നു എന്നർത്ഥം. ശ്രീവിദ്യ എന്ന് പറയപ്പെടുന്നത് മോക്ഷഹേതുവാകുന്നു. മോക്ഷം ലഭിക്കുവാനുള്ള ഉപായമാണ് ശ്രീവിദ്യ മന്ത്ര ഉപാസന. ജീവന് മോക്ഷം ലഭിക്കുകയാണ് വളരെ 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 പ്രാധാന്യമുള്ള ഒരു കർത്തവ്യം. മുക്തി പൊതുവെ എല്ലാവർക്കും സിദ്ധിക്കാം. അതായത് പഞ്ചമുക്തി ലാഭം എന്ന് പറയപ്പെടുന്ന കൈവല്യ പദം എന്നാണ് പറയപ്പെടുന്നത് ഈ മോക്ഷത്തിന്. മറ്റുള്ളതെല്ലാം സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം എന്നുള്ള 4 മുക്തി പദങ്ങളാകുന്നു. അങ്ങനെ ആ മുക്തി കുറച്ചെല്ലാം സത്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ സാധ്യമായി തീരുന്നു. പക്ഷേ പല യുഗങ്ങൾ, പല ജന്മങ്ങളിൽ, പല യുഗങ്ങളിലായി ജനിച്ച് ഉപാസനകൾ ചെയ്ത് ഒടുവിൽ പരാശക്തിയുടെ ശ്രീവിദ്യാമന്ത്രോപാസന ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആ ജീവന് സദാശിവനായി തീരുകയും ആ സദാശിവൻ എപ്പോഴും ശക്തിയിൽ തന്നെ ഐക്യമായിരിക്കുന്നത് പോലെ ആ ജീവന് സ്വതന്ത്രം ലഭിക്കുന്നു. സ്വതന്ത്രം കൈവല്യപദം അടയുന്നതുവരെ ആ ജീവന് സ്വാതന്ത്ര്യമില്ല. എപ്പോൾ വേണമെങ്കിലും ശക്തിയുടെ ആജ്ഞയ്ക്കനുസരിച്ച് വീണ്ടും ജന്മമെടുക്കേണ്ടതായ ഒരു സ്ഥിതി ഏർപ്പെടുന്നു. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞത് സർവാനുല്ലിംഗ ശാസന ശ്രീചക്ര രാജനിലയ ശ്രീമത് ത്രിപുരസുന്ദരേ നമഃ. അങ്ങനെ മോക്ഷത്തിന് കാരണമായിരിക്കുന്ന ഒരു മഹാ ഉപായമാകുന്നു ശ്രീവിദ്യാഉപാസന എന്ന ശ്രീവിദ്യാമന്ത്രം. ശ്രവണമാത്രം കൊണ്ട് തന്നെ കോടി ജന്മങ്ങളിലെ പാവം അപ്രത്യക്ഷമായി തീരുന്നു. കാതുകൊണ്ട് കേട്ട് കഴിഞ്ഞാൽ തന്നെ മതി. ഈ ഉപന്യാസം ഒരു പ്രാവശ്യം ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ അത് മതി അവർക്ക് മോക്ഷത്തിനുള്ള പാത തെളിഞ്ഞു കിട്ടാൻ എന്നർത്ഥം. മോക്ഷം കിട്ടണം എന്നുള്ള ആവശ്യമില്ല. പക്ഷേ മോക്ഷം ലഭിക്കുവാനുള്ള മാർഗങ്ങളെല്ലാം അവരുടെ മുമ്പിൽ വളരെ എളുപ്പമാർഗത്തിൽ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. അത് പിടിച്ചവർ നന്നായിക്കൊള്ളണം സ്വയപ്രയത്നത്തിലൂടെ. നമ്മൾ മുമ്പിലേ പഠിച്ചു, ഈ മോക്ഷം എന്ന് പറയപ്പെടുന്നത് നമ്മൾ സ്വീകരിച്ചു കൊള്ളണം. തരാൻ എപ്പോഴും റെഡിയാണ് ദൈവം. ശിവജ്ഞാന പ്രധായിന്യേ നമഃ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. പക്ഷേ എത്ര പേര് അതിനെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രാധാന്യം. അത്രത്തോളം അധികം ജീവനെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ബ്രഹ്മാണ്ടങ്ങളെക്കുറിച്ചും എല്ലാം അറിഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമാണ് എനിക്ക് മതിയായി ഇനി മോക്ഷം മതി എന്നുള്ള ഒരു കൺക്ലൂഷൻ വരാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. സോ മോക്ഷത്തിന് ഹേതുവാകുന്നു ഇത്. മോക്ഷം നമ്മൾ തന്നെയാണ് പ്രയത്നത്തോടെ നേടിയെടുക്കേണ്ടത്. അത്രത്തോളം ഭഗവാനെ പ്രീതിപ്പെടുത്തി വേണം, അല്ലെങ്കിൽ റിയലൈസ് ചെയ്ത് വേണം, സാക്ഷാത്കരിച്ച് വേണം ഈ മോക്ഷത്തെ അടയേണ്ടത്. ശ്രീവിദ്യാഉപാസനയ്ക്ക് 2 പ്രധാനപ്പെട്ട അംഗങ്ങളാണുള്ളത്. ഒന്ന് അന്തരംഗ പൂജ, ഇന്നൊന്ന് ബഹിരംഗ പൂജ. നമ്മൾ മുമ്പിൽ തന്നെ നമ്മൾ പഠിച്ചത് ഒരു തത്വമാകുന്നത്. അന്തർമുഖ സംഹാരാദ്യ ബഹിർമുഖ സുദുർലഭായേ നമഃ ലളിതാ സഹസ്രനാമത്തിലുണ്ട്. അന്തരംഗത്തിൽ ശ്രീവിദ്യാ ഉപാസന എന്ന് പറയപ്പെടുന്നത് മന്ത്രത്തിൻ്റെ 15 അക്ഷരങ്ങൾ 15 രീതിയിലായി 15 അക്ഷരങ്ങൾ ചേർന്നതാകും ശ്രീവിദ്യാമന്ത്രം മനസ്സിലാക്കി. ആ 15 അക്ഷരവിദ്യകൾ പ്രധാനപ്പെട്ട മാർഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒന്ന് അന്തരംഗം, ഇന്നൊന്ന് ബഹിരംഗം. അപ്പം അന്തരംഗം എന്ന് പറയപ്പെടുന്നത് ഉള്ളിൽ നടക്കുന്ന ക്രിയകളാകുന്നു. അവ ഏതെല്ലാം എന്ന് നോക്കുകയാണെങ്കിൽ ഉദ്ധാരം, ജപകാലം, ഉച്ചാരണക്രമം, അക്ഷര ഉത്പത്തി, സ്ഥാനം, മന്ത്രജപം, മന്ത്രസ്ഥിതി, ആകാരം, ഭാവിക്കേണ്ട അർത്ഥങ്ങൾ എന്നുള്ള 10 മാർഗത്തിലാണ് ഈ അന്തരക്രിയ അല്ലെങ്കിൽ അകത്തിലൂടെ നാം പൂജ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു ശ്രീവിദ്യാ ഉപാസനയിലെ പ്രഥമ മാർഗമായി പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് ബഹിരംഗമായിരിക്കുന്നതാണ്. അവിടെ ഋഷി, ഛന്ദസ്, ദേവത, ബീജങ്ങൾ, ന്യാസം, പൂജ എന്നുള്ള 6 ക്രിയകളാണ് ചെയ്യേണ്ടത്. അപ്പോൾ അന്തരംഗമായി ചെയ്യപ്പെടുന്ന 10 ക്രിയകളും പുറത്തായി ചെയ്യപ്പെടുന്ന 6 ക്രിയകളും, അങ്ങനെ 16 ക്രിയകളാണ്. ഇതിനെ ഓരോന്നിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാനുള്ള
സന്ദർഭം ഇപ്പോഴല്ല. ഇതെല്ലാം ഗുരുമുഖത്തിൽ ഇരുന്നു കൊണ്ട് പ്രത്യക്ഷമായി മനസ്സിലാക്കേണ്ടതായ വളരെ രഹസ്യമായിരിക്കുന്ന ഗുപ്താതിഗുപ്തമായിരിക്കുന്ന രഹസ്യമായിരിക്കുന്ന ഉപാസനാ മാർഗമാകുന്നു ഇത്. പക്ഷേ എല്ലാവർക്കും ചെയ്യാം. ദ ഓൺലി കണ്ടീഷൻ ഒരു ഗുരു ആവശ്യമാണ്. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഈ ഉപാസന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗുരുവിൽ നിന്നും ഇതിനെ മനസ്സിലാക്കണം എന്നുള്ള ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. ഇതേ സൗന്ദര്യലഹരിയിൽ നാം മനസ്സിലാക്കി, പരാശക്തി തൻ്റെ ഉപാസനയെ മാത്രം എല്ലാവർക്കും ജാതിമതഭേദമന്യേ എല്ലാവർക്കും ഉപാസിക്കാമെന്ന് ആദിശങ്കര ഭഗവത്പാദർ പരാശക്തിയോട് പറഞ്ഞ് അപ്രൂവൽ വാങ്ങിച്ചിട്ടുള്ള ഒരു ഉപാസനാ മാർഗമാകുന്നു പരാശക്തിയുടെ ഉപാസന. അങ്ങനെ ബഹിരംഗ ഉപാസനയിൽ അന്തരംഗ ഉപാസനയെ ഉത്തേജിപ്പിക്കുന്നു. അതായത് ബഹിരംഗ പൂജ ഇല്ലാതെ കണ്ട് അന്തരംഗ പൂജയെ സാധ്യമല്ല എന്നുള്ളത് തന്നെ നിയമം. പുറത്ത് നാം പൂജ അനുഷ്ഠാനങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് അകത്ത് കുറച്ചായിട്ട് ഇത് തെളിഞ്ഞു വരാൻ സാധിക്കുകയുള്ളൂ. അതിന് കാരണം പൂർവജന്മങ്ങളിൽ ധാരാളമായി ബഹിരംഗ പൂജകൾ ചെയ്തിട്ടുള്ള വ്യക്തിക്ക് ഈ ജന്മത്തിൽ ബഹിരംഗം കൂടാതെ തന്നെ നേരിട്ട് അന്തരംഗ പൂജ ചെയ്യാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു പ്രവണത ആ ഭക്തനിൽ ഉണ്ടായിത്തീരുന്നു. ഇതിന് പ്രൊഡിജി എന്നൊക്കെ പറയാറുണ്ടല്ലോ. ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വയലിനെടുത്ത് വായിക്കും, വീണയിലെ സ്വരങ്ങൾ മുറുക്കിപ്പിടിച്ച് അത് വായിക്കാനുള്ള ഒരു ശക്തി, ഇതൊക്കെ ചെറിയ കുഞ്ഞിന് സാധ്യമല്ല. പക്ഷേ പൂർവ്വജന്മങ്ങളിൽ അത് ഉപാസന ചെയ്തതുകൊണ്ട് ഈ ജന്മത്തിൽ പെട്ടെന്ന് അവർക്ക് സാധിക്കുന്നു. ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട് 4 ടൈപ്പ് ഓഫ് ഭക്തന്മാരാണ് ഉള്ളതെന്ന്. അതുപോലെ പുറത്ത് നാം ചെയ്തു വരുന്ന പൂജാ കർമ്മങ്ങളെല്ലാം തന്നെ ഒരു ദിവസം അകത്ത് ചെയ്യാനുള്ള ഒരു ഭാഗ്യത്തെ ഉണ്ടാക്കി തരുന്നു. പുറത്ത് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അകത്ത് ചെയ്യാനൊക്കുള്ളൂ എന്നുള്ള ഒരു ശാഠ്യത്തെയും ഇവിടെ പറയുന്നുണ്ട്. അതായത് നാം അമ്പലങ്ങളിൽ ചെല്ലുമ്പോൾ അമ്പലത്തിൻ്റെ എല്ലാ ചുറ്റുപാടും ഗോപുരങ്ങളും എല്ലാം നോക്കി സന്ദർശിച്ച് ഒടുവിൽ ആ ശ്രീകോവിലിനകത്ത് ഇരിക്കുന്ന പരമചൈതന്യത്തെ കാണാൻ അകത്ത് കടന്ന ഉടനെ കണ്ണടയ്ക്കും ചിലർ. അവിടെ എന്താ ഉള്ളതെന്ന് പോലും അറിയില്ല. അങ്ങനെ ചെയ്യരുത്. എല്ലാത്തിനെയും നോക്കി പോയി ഭഗവാന്റെ മുമ്പിൽ ആ വിഗ്രഹ ചൈതന്യത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആ വിഗ്രഹ ചൈതന്യത്തെ നമ്മളിൽ ഉൾക്കൊണ്ട ശേഷം ഒടുവിൽ അവിടെ നിന്ന് മാറി നിൽക്കൂ എന്ന് പറയുന്ന ആ ശബ്ദം കേൾക്കുമ്പോഴാണ് മനസ്സിനകത്തേക്ക് കൊണ്ടുവന്ന് അകത്തിരുന്നുള്ള അന്തരംഗ പൂജ ചെയ്യേണ്ടത്. അങ്ങനെ പ്രാർത്ഥിച്ച് സംതൃപ്തനായി ഈ ഭക്തിയുടെ ആനന്ദപരവശനായി തീർന്ന് ആ ആനന്ദസുഖം അനുഭവിക്കുമ്പോൾ ആനന്ദരസം ശരീരം മുഴുവൻ വ്യാപിച്ച് ഈ ആത്മാവിനെ ശുദ്ധമാക്കി തീർക്കുന്നു. അതോടുകൂടി ഈ ആത്മാവ് എന്നെങ്കിലും ഒരു ദിവസം ശരീരത്തെ വിട്ട് വെളിയിൽ ചെല്ലുമ്പോൾ നേരെ അത് പോകുന്നത് ഏത് ദൈവത്തെക്കുറിച്ച് ഓർത്താണോ നാം ആനന്ദിച്ചത് ആ ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് തന്നെ പോകും. ആര് നടുവിൽ പിടിച്ചു നിർത്തിയാലും നിൽക്കുന്നതല്ല, പിടിച്ചു നിർത്താൻ പറ്റുന്നതുമല്ല. മഹാവിഷ്ണുവിൻ്റെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സാന്ദ്രാനന്ദാപബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിതമസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഗുരുവായൂരപ്പ നാരായണായ ഗുരു ഭഗവൻ നമസ്തേ. ഭഗവാനെ പാദാദികേശം കേശാദിപാദം നോക്കുകയാണെങ്കിൽ ആൺ ദൈവങ്ങളെ ശിരസ് മുതൽ പാദം വരയ്ക്കും, പെൺ ദൈവങ്ങളെ ശിരസ് മുതൽ പാദം വരയ്ക്കുമാണ് നോക്കേണ്ടത് ആദ്യത്തെ നോട്ടം. അങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഉണ്ണികൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആരാധന ചെയ്യാം. പിന്നീട് ആരാധന ആവശ്യം പോലും ഇല്ല, പിന്നെ അന്തരംഗത്തിൽ തന്നെ ആവാം. ഒരു വീട്ടമ്മ അടുക്കളയിൽ പാചകം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ വിറക് അടുപ്പാണെന്ന് ഒന്നും ഭാവിക്കാം. ഒരു പ്രാവശ്യമേ വിറക് കൊളുത്താറുള്ളൂ അവിടെ, അല്ലേ, തീ കൊളുത്താറുള്ളൂ. പിന്നെ അതങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. പാചകമെല്ലാം തീർന്നവരും കത്തിക്കൊണ്ടേയിരിക്കുന്നു. അതിനുശേഷം എടുത്ത് അതിനെ ഓഫ് ചെയ്ത് വയ്ക്കും. അതുപോലെ തുടക്കത്തിൽ നമുക്ക് അന്തരംഗം ചെയ്യുന്നതിന് മുമ്പേ ബഹിരംഗം ആവശ്യമാണ്. ബഹിർശുദ്ധിയെല്ലാം കൊണ്ടുവന്ന് ആചാരാനുഷ്ഠാന രീതികളെല്ലാം മനസ്സിലാക്കി ഒടുവിൽ ശാശ്വതമായ ഒരു സ്ഥലത്തിൽ ഇരുന്നു കൊണ്ട് മനസ്സിൽ ധ്യാനിച്ച് ധ്യാനധ്യാതധ്യേയനായി തീർന്ന് ആ ത്രിപുടി എന്ന് പറയുന്നതിനെ അങ്ങനെ അതെല്ലാം കടന്ന് ചെല്ലുമ്പോഴാണ് നാം ഒന്നുമില്ലാതായി തീരുന്നത്. ആ സ്ഥാനത്തിൻ്റെ പേരാണ് പരമപദം എന്ന് പറയുന്ന മോക്ഷസ്ഥാനം. അതാണ് മോക്ഷം. മുക്തി എന്ന് പറയുന്നത് ചെറിയ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിൽ നിന്നും അതിൽ നിന്നുള്ള വിരക്തി, അതിൽ നിന്നുള്ള വേർപെടലാകുന്നു. അതായത് ജീവൻ മുക്തി, ദേഹമുക്തി, എംപ്ലോയ്മെൻറ്റ് മുക്തി, അതാണ് റിട്ടയർമെൻറ്റ്. അതുപോലെ തന്നെ കടത്തിൽ നിന്നുള്ള മുക്തി, ഋണമോചകം. കടം വാങ്ങിച്ചു, തിരിച്ചു കൊടുത്തു, മുക്തി കിട്ടി.
അപ്പോൾ കടത്തിൽ നിന്ന് മുക്തി കിട്ടി. അതേമാതിരി രോഗം വന്നു, വൈദ്യനെ ചെന്ന് കണ്ടു, മരുന്ന് കഴിച്ചു, രോഗമുക്തിയായി. ഇതുമാതിരി ഓരോ കാര്യങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ചെറിയ 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 ഓരോ പടിക്കിട്ട് നമ്മൾ ജയിച്ച് മുകളിലിട്ട് വരുന്നതെല്ലാം മുക്തി 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 പറയുന്നു. അതാണ് ആ പറഞ്ഞ 4 മുക്തികൾ. അതായത് സാലോക്യം, ലോക്യം. സാലോക്യം എന്ന് വെച്ചാൽ കാണപ്പെടുന്ന ലോകത്തിലുള്ള എല്ലാവിധമായിരിക്കുന്ന വ്യവഹാരങ്ങളും അതിൽ ഉൾക്കൊള്ളും. അതിൽ നിന്നുള്ളെല്ലാം മുക്തിയാകുന്നു സാലോക്യമുക്തി. സാലോക്യം, പിന്നെ സാമീപ്യം, സാരൂപ്യം, സായുജ്യം എന്നുള്ള 4 മുക്തികൾ റിഫൈൻഡ് ആണ്. വൺ ഈസ് ബെറ്റർ ദാൻ ദ അതർ എന്നുള്ള രീതിയിൽ പോയി ഒടുവിൽ ഒന്നുമില്ലാതായി തീരുമ്പോൾ അത് കൈവല്യമായി മാറപ്പെടും. അവിടെ വെറും കിടപ്പ് മാത്രമാണ്. അത് സദാശിവനാണ് എപ്പോഴും കിടന്നുകൊണ്ടിരിക്കുന്ന രീതി. അതുപോലെ തന്നെ മഹാവിഷ്ണു എപ്പോഴും കിടന്നുകൊണ്ടേയിരിക്കുന്നു. ആ ഒന്നുമില്ലാതെ കണ്ണടച്ച് യോഗധ്യാനത്തിൽ കിടക്കുന്ന ആ രൂപം, ആ സ്ഥിതി, ദാറ്റ്സ് കാൾഡ് പൊട്ടൻഷ്യൽ എനർജി, നോ മൂവ്മെൻറ്റ്. മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഡൈനാമിക് എനർജിയാണ്. ഇന്നും നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ ലോകത്തിൽ തന്നെ ജാസ്തി ശബ്ദിക്കുന്നതും ജാസ്തി പ്രയത്നിക്കുന്നതും സ്ത്രീകളാണ് കമ്പയർ ടു മെൻ. ഇത് പ്രകൃതിയും പുരുഷനുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആകും. അങ്ങനെ പൂർവ്വജന്മങ്ങളിൽ ചിലർക്ക് മാത്രം വളരെയേറെ ഉപാസനകൾ ചെയ്ത് സിദ്ധി ലഭിച്ചിട്ടുള്ളവർ ഈ ജന്മങ്ങളിൽ അവർക്ക് ബഹിരാരാധനയോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആരാധനകളൊന്നും ഇല്ലാതെ കൊണ്ട് തന്നെ ഒന്നിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ അവർക്ക് ജീവൻ മുക്തരാകാനുള്ള ഭാഗ്യം ലഭിക്കും. അതിനെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. അങ്ങനെ 2 വിധത്തിലുള്ള ശ്രീവിദ്യാമന്ത്ര ഉപാസനാക്രമങ്ങളുണ്ട്. ഒന്ന് നവാവരണ പൂജകളെല്ലാം ചെയ്ത് ലളിതാ സഹസ്രനാമം, ത്രിശതി, ഗഡ്ഗമാല ഇങ്ങനെയുള്ള പല സ്തോത്രങ്ങൾ എല്ലാം ജപം ചെയ്ത് ചെയ്യപ്പെടുന്ന, വളരെ വിശദീകരിച്ച് ചെയ്യപ്പെടുന്ന പൂജകളെല്ലാം ചെയ്ത് ഒടുവിൽ എല്ലാത്തിനെയും തനിക്കുള്ളിൽ തന്നെ ആക്കിക്കൊണ്ട് രഹസ്തർപ്പണ തർപ്പിതായേന മഹാ എന്നുള്ള ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞിരിക്കുന്ന രഹസ്തർപ്പണ പൂജകൾ ചെയ്ത് അന്തർമുഖമായി തന്നെ സദാശിവനായിരിക്കുന്ന പരാശക്തിയിൽ തന്നെ ലയിക്കുക എന്നുള്ളതാണ് അന്തരംഗമായി ചെയ്യപ്പെടുന്ന പൂജാകർമ്മങ്ങളുടെ എല്ലാം ഫലം. അതാണ് ഇതിന് ആദ്യം ശ്രീവിദ്യ എന്ന് പറയപ്പെട്ടത്. അതാണ് ഉദ്ധാരണം എന്ന് വെച്ചാൽ ഉദ്ധരിക്കുക. ആദ്യം ടു സ്റ്റാർട്ട് വിത്ത് എറപ്റ്റ് ഓർ സ്പ്രൗട്ട് എന്നെല്ലാം തന്നെ ഇംഗ്ലീഷിൽ പറയാം. ഈ മന്ത്രം ഒരു ഗുരുവിൻ്റെ ഉപദേശത്തോടുകൂടി സഹായത്തോടുകൂടി വേണം പ്രാക്ടീസ് ചെയ്യാൻ. കാരണം ഈ മന്ത്രം ഉപാസന ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒട്ടനവധി മാറ്റങ്ങൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമാകും. ശാരീരികമായും മാനസികമായും സാമൂഹികമായും എല്ലാം പലവിധമായിരിക്കുന്ന വ്യത്യാസങ്ങൾ വന്നു തുടങ്ങും. ആ വ്യത്യാസത്തെ എല്ലാം എന്തുകൊണ്ട് വന്നു, എങ്ങനെ വന്നു, ഇതിനെ എങ്ങനെ ശമിപ്പിക്കണം എന്നുള്ളതെല്ലാം മനസ്സിലാക്കാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഈ ഒരുപക്ഷെ ഭ്രാന്ത് പിടിക്കും. കാരണം ഈ ഉപാസനകളെല്ലാം ചെയ്യുമ്പോൾ ചില ആരാധനകളെല്ലാം ഒന്ന് വർജിക്കേണ്ടതായിട്ടുണ്ട്. ചിലതെല്ലാം കഴിക്കാൻ, ചിലത് കഴിക്കാൻ പാടില്ല. അങ്ങനെ കഴിക്കുന്ന പക്ഷം ദാറ്റ് വിൽ ബാക്ക് ഫയർ, സൈഡ് എഫക്ട്സ് ഉണ്ടാവും. പാലും പുളിയും ചേർക്കാൻ പറ്റുമോ? പറ്റില്ല. കഴിച്ച ആഹാരം നശിച്ചു പോകും. അത് വയറ്റിനകത്ത് പോയി നശിക്കും, പുറത്ത് ആണ് നശിക്കും. അപ്പോൾ അതുകൊണ്ട് രോഗങ്ങളുണ്ടാവും. അങ്ങനെ തപസ് നശിക്കും. വെറുതെ വെളുക്കാൻ തേച്ച് പണ്ടായി എന്ന് പറയുന്ന മാതിരി ആവും. അതുകൊണ്ടാണ് നിയമനിഷ്ഠങ്ങളെ അനുസരിച്ച് വേണം ഉപാസനകൾ എപ്പോഴും ചെയ്യാൻ. ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ എന്ന് വെച്ച് എല്ലാം വാരി തേക്കാൻ പറ്റില്ല. നമുക്ക് എന്താവശ്യമാണോ അത് നമുക്ക് ദൈവം തന്നെ കൊണ്ടുതരും. പക്ഷേ എല്ലാം അറിഞ്ഞിരിക്കാനുള്ള ഭാഗ്യവും അല്ലെങ്കിൽ അറിഞ്ഞിരിക്കാനുള്ള അർഹത നമുക്കുണ്ട്. പ്രാക്ടീസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഭഗവാനും ഭക്തൻ്റെയും റിലേഷൻഷിപ്പ് അനുസരിച്ചിരിക്കും. അങ്ങനെ ഹ്രീം എന്നുള്ള ഈ ബീജാക്ഷര മന്ത്രം, ഇതിനെ ശക്തിപ്രണവം അല്ലെങ്കിൽ മായാബീജം എന്ന് പറയപ്പെടുന്നു. ഇതാണ് ഭുവനേശ്വരി ബീജം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 7 കോടി മഹാമന്ത്രങ്ങളും ബ്രഹ്മാണ്ടങ്ങളിലെ എല്ലാ ദേവീ ദേവന്മാരുടെയും അഭയസ്ഥാനമാണ് ഹ്രീം എന്നുള്ള പരാശക്തിയുടെ അവയവ വർണ്ണമായിരിക്കുന്ന ബീജാക്ഷരമന്ത്രം. ഹ്രീം എന്നുള്ള നാമത്തിന് ഹൃദ്യ, അതുപോലെ തന്നെ ഹ്രീങ്കാരി എന്നുള്ള നാമങ്ങളെ കൊണ്ടെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്ന ലളിതാ സഹസ്രനാമത്തിൽ. ലജ്ജ എന്നാണ് അവിടെ അർത്ഥം. ലിറ്ററൽ മീനിങ് നോക്കുകയാണെങ്കിൽ ഹ്രീം എന്നുള്ള വാക്കിന് ലജ്ജ അല്ലെങ്കിൽ നാണം എന്നുള്ള ഒരു അർത്ഥത്തെ കുറിക്കുന്നു ഇവിടെ. അതായത് അധർമ്മം പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ വരുന്ന ഒരു ലജ്ജ, അതേ നേരത്തെ ധർമ്മം പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉത്തേജനം അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ്, ഇതിനെയാണ് ഇവിടെ ഹ്രീം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹ്രീം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹ്രീം എന്ന ബീജാക്ഷരമന്ത്രത്തെ ഉപാസന ചെയ്യുന്നവർ എപ്പോഴും ലജ്ജാഭാവമുള്ളവരായിരിക്കണം. അതായത് അധർമ്മത്തെ അനുഷ്ഠിക്കേണ്ട ഒരു സന്ദർഭം വരുമ്പോൾ അവിടെ ലജ്ജാഭാവത്തെയും
അതേ നേരത്ത് ധർമ്മത്തെ അനുഷ്ഠിക്കേണ്ട സമയത്ത് ഉത്തേജിതമായും ഇരിക്കേണ്ടതാകുന്നു എന്നാണ് ഈ മന്ത്ര ഉപദേശത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ പ്രവണത. അങ്ങനെ ശക്തിയുടെ അനുഗ്രഹം കാരണമാക്കിക്കൊണ്ട് ആദിശങ്കര ഭഗവത്പാദർ അദ്ദേഹം താൻ എങ്ങനെ മനസ്സിലാക്കി ഈ ഹീങ്കാര മന്ത്രത്തെയും അതിൻ്റെ വ്യാഖ്യാനത്തെയും പഞ്ചദശാക്ഷര മന്ത്രത്തെയും എന്നെല്ലാ തത്വങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പരാശക്തിയുടെ തിരുമുമ്പിൽ ഈ മന്ത്രധ്വനിയെ അവതരിപ്പിച്ച് ശക്തിയുടെ അനുഗ്രഹം വാങ്ങിച്ചു. അദ്ദേഹം പറയുന്നു, അതുകൊണ്ടാണ് ഈ മന്ത്രത്തെ ജപം ചെയ്ത് കഴിഞ്ഞ് സിദ്ധി വരികയാണെങ്കിൽ അവർക്ക് എല്ലാത്തിലും വിജയം, ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയപ്പെടുന്നത് ലോകത്തിലെ ഈ കോപ്പർ എന്ന് പറയപ്പെടുന്ന ചെമ്പിനെ സ്വർണ്ണമാക്കാനുള്ള സിദ്ധി. ദിസ് ഈസ് ഓൺലി ആൻ അഡീഷണൽ ബെനിഫിറ്റ്. ചെമ്പിനെ സ്വർണ്ണമാക്കുക എന്ന് പറയപ്പെടുമ്പോൾ എന്താണ് അർത്ഥം? ചെമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി തത്വമാകുന്നു, സ്വർണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവതത്വമാകുന്നു, പരലോകം. അപ്പോൾ ചെമ്പ് എന്ന് പറയുന്ന ഈ ഭൂമി, ഇഹലോകത്തിൽ നിന്നുള്ള ജീവന്റെ പ്രയാണത്തെ ശരീരത്തോടു കൂടി തന്നെ മാറ്റാൻ സാധിക്കുന്ന, ലോകം എന്ന് പറഞ്ഞാൽ ശരീരം. അപ്പോൾ ചെമ്പ് എന്ന് പറയപ്പെടുന്നത് ചൊവ്വ ഗ്രഹം, അതിനെയാണ് കുറിക്കുന്നത് ലോകത്തിൽ. സ്വർണം എന്ന് പറയപ്പെടുന്നത് സൂര്യനാകുന്നു നവഗ്രഹങ്ങളിൽ. സൂര്യൻ ജ്ഞാനമാകുന്നു. ചൊവ്വ എന്ന് പറയപ്പെടുന്നത് മാസ്, മാറ്റർ, ശരീരം, ജീവിക്കാനുള്ള ആഗ്രഹം. ഇതെല്ലാമാണ് ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പോൾ ചെമ്പിനെ സ്വർണ്ണമാക്കുക എന്ന് പറയപ്പെടുമ്പോൾ ശരീരത്തെയും ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കളെയും, കോപ്പറും ഒരു ധാതുവാണ്, സ്വർണവും ഒരു ധാതുവാണ്, രണ്ടും ഗൃഹോപകരണങ്ങൾക്കും ആവശ്യമാണ്, ഇൻഡസ്ട്രിയൽസിനും ആവശ്യമാണ്, എല്ലാ സ്ഥലത്തും ആവശ്യമാണ് ഈ. അപ്പോൾ ഈ ചെമ്പിനെ സ്വർണ്ണമാക്കുക എന്ന് പറയപ്പെടുമ്പോൾ ശരീരത്തെ, സാധാരണ ഒരു ശരീരത്തെ സ്വർണ്ണമയമാക്കി തീർക്കുക, ജ്വലിപ്പിക്കുക, അല്ലെങ്കിൽ സ്വർണത്തെ പോലുള്ള പ്യോറിറ്റി. സ്വർണം ഈസ് റെപ്രസെൻറ്റിങ് നത്തിങ് ബട്ട് പ്യോറിറ്റി. 99.99% എന്നുള്ള ആ പ്യോറിറ്റിയാണ് സ്വർണം അതിൻ്റെ മൂല്യമായി വിലയിരുത്തുന്നത്, അല്ലേ? അങ്ങനെ മനുഷ്യ ശരീരത്തെയും ഭൂമിയിലെ പല സ്ഥലങ്ങളെയും തന്നെ നാം സ്വർണ്ണമയമാക്കി തീർക്കുന്നു. അങ്ങനെ ദേവന്മാർ ധൈര്യമായി സ്വസ്ഥമായി ദേവലോകത്തിലും അതേമാതിരി ദൈവങ്ങളെല്ലാം അവരുടെ ലോകങ്ങളിലും സ്വസ്ഥമായി സ്വതന്ത്രമായി ജീവിക്കുകയും സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നത് പോലെ ഈ ഉപാസന കൊണ്ട് മാത്രം ഒരു മനുഷ്യ ശരീരത്തിൽ താമസിക്കുന്ന ഈ ജീവാത്മാവിന് മോക്ഷപ്രാപ്തിക്കുള്ള വഴിയായി മുക്തിയെ തിരഞ്ഞെടുത്ത് അതുവഴി കോപ്പറിനെ സ്വർണ്ണമാക്കുന്നത് പോലെ ജീവിച്ചിരിക്കുന്ന ഈ ശരീരത്തെ തന്നെ സ്വർണ്ണമയമാക്കി തീർക്കുകയും അതിൽ സ്വർണത്തിൻ്റെ പ്യൂരിറ്റി എന്ന് പറയപ്പെടുന്ന ജീവാത്മാവിന് പരമാത്മാവെന്നുള്ള ഐക്യഭോക്തത്തെ ഉണ്ടാക്കി അങ്ങനെ വിലമതിക്കാൻ പറ്റാത്ത വിധത്തിൽ സ്വർണത്തിന് അന്നും ഇന്നും വാല്യൂ ഉണ്ടല്ലോ. സ്വർണം 8 രൂപ ഉള്ളപ്പോഴും വാല്യൂ ഉണ്ടായിരുന്നു, ഇപ്പോൾ 58,000 ഒരു രൂപയ്ക്ക് വിൽക്കുമ്പോഴും വാല്യൂ ഉണ്ട്. സ്വർണത്തിന് അന്നും ഇന്നും സെയിം റെസ്പെക്റ്റ് ആവുള്ളൂ. അതുപോലെ ആത്മാവിനെന്നും സ്വയം പ്രകാശിക്കുന്ന ഒരു തത്വമാകുന്നു ആത്മാവ്. പക്ഷേ അതിനകത്ത് അഴുക്കെല്ലാം കൂടിക്കേടുമ്പോൾ അല്ലെങ്കിൽ അതിൽ കോപ്പറോ സിൽവറോ എല്ലാം ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ക്യാരറ്റ് വ്യത്യാസം 24 ക്യാരറ്റിന് 22, 20, 18, 16 എല്ലാം ക്യാരറ്റിൽ സ്വർണം വിൽക്കുന്നത് പോലെ നമ്മളുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ, ഭാവഭേദങ്ങൾ, അഴുക്കെന്ന് പറയപ്പെടുന്ന അജ്ഞാനം, ഇതെല്ലാം ചേർത്ത് ഇതിൻ്റെ സ്വർണത്തിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ പോലും ശരീരത്തിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ പോലും ശരീരത്തിനെ കൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത രീതിയിലായിത്തീരുന്നു. അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് പല നല്ല കർമ്മങ്ങളും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിത്തീരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് വിമോചനം ലഭിക്കുവാൻ വേണ്ടിക്കൊണ്ടാണ് ഈ സ്തോത്രത്തെ പാരായണം ചെയ്ത് മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനാകുകയും ഈ ശരീരത്തെ പരമാവധി മുക്തിക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു സിദ്ധിയെയാകുന്നു ആദിശങ്കര ഭഗവത്പാദർ പരാശക്തിയുടെ മുമ്പിൽ ഈ സ്തോത്രത്തെ അവതരിപ്പിച്ച് അതിൻ്റെ പൂർണ്ണ അനുഗ്രഹം വാങ്ങി തന്നത്. ഇത് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയാകുന്നു. ശിവഃ ശക്തിഃ കാമഃ ക്ഷിതിരതരവിഃ ശീതകിരണഃ സ്മരോഹം സഹ ശക്ര സ്തദനു ച പരാ മാരാഹരയഃ അമീഹില്ലേഗാഭിഃ സ്തിസ്തൃഭിഃ അവനാശേഷു ഘടിത വജന്തേ വർണ്ണാത്തേ തവ ജനനി നാമാവയവതാം. ഓം പരാശക്തിയൈ നമഃ. സർവം ജഗദംബാർപ്പണമസ്തു. ഹരി ഓം.